നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാദ്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ.
യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ അക്ഷയ തൃതീയ ആശംസകൾ. എല്ലാ നന്മകളുണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെയും വിഷ്ണുപത്നിയായ മഹാലക്ഷ്മിയുടെയും ഈ വൈശാഖമാസം മുഴുവൻ ഈ ഭൂമിയിൽ സാന്നിധ്യം കൂടുതലാണ് എന്നതാണ് സങ്കല്പം. അതിൽ ഇന്നത്തെ ദിവസം സവിശേഷമായിട്ട് അക്ഷയ തൃതീയ ഏറ്റവും വിശേഷ ദിവസം. ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് ഇപ്പോഴത്തെ മോശമായിട്ടുള്ളൊരവസ്ഥ, ഈ കോവിഡിൻ്റെ വ്യാപനം, അതിഭയാനകമായിട്ടുള്ള ആ വ്യാപനം കുറഞ്ഞ് ശമിച്ച് എല്ലാവരും സ്വസ്ഥരായിത്തീരട്ടെ എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസം എന്ത് പ്രാർത്ഥിക്കുന്നു അതൊക്കെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വേഗം നടക്കും. നമുക്കൊക്കെ കൂടി പ്രാർത്ഥിക്കാം. നാരായണ. അപ്പോൾ ശ്രീമദ് ഭാഗവത ജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ഭാഗവതത്തിലേക്ക് പ്രവേശിച്ച് 3-ാം ദിവസം. ഭാഗവതം പ്രഥമസ്കന്ധം പ്രഥമ അധ്യായമാണ് നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വൈശാഖ മാസത്തെക്കുറിച്ചൊക്കെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർ ആ ക്ലാസ് കാണുക പ്ലീസ്. നമ്മൾ രാവിലെ ശങ്കരസ്തോത്ര തരംഗിണി ക്ലാസ്സിൽ കുറേ പറഞ്ഞതാണ്, അത് കണ്ടാൽ മതി. അതിലുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ആവർത്തിക്കാൻ വയ്യ, കാരണം അതിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ കൂടുതലും. സോ റെപ്പിറ്റേഷൻ വയ്യ. പ്ലീസ് അത് കേൾക്കുക. എന്താണ് വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത? ഇപ്പം നമുക്ക് ആദ്യം ഈ 1-ാം അധ്യായം 23 ശ്ലോകങ്ങൾ വായിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. അഥ ശ്രീമദ്ഭാഗവതേ പ്രഥമസ്കന്ധേ പ്രഥമോऽധ്യായഃ. ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ. ശുശ്രൂഷുഭിസ്തൽക്ഷണാത് നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ത ഏകദാതു മുനയഃ പ്രാതർഹുതഹുതാഗ്നയഃ സത്കൃതം സൂതമാസീനം തപ്രച്ചുരിതമാദരാത്. ഋഷയ ഊചുഃ ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ. വേദ്ധത്വം സൗമ്യതൽ സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയുഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാം ഏകാന്തതശ്രേയഃ തം ന ശംസിതുമർഹസി. പ്രായേണാൽപായുഷഃ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാ ഹ്യുപദ്രുതാഃ. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതഃ സാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ. ബ്രൂഹി ന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സത്വധാം പതിഃ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യംഗാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ആപന്നഃ സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. യൽപാദസംശ്രയാ സൂത മുനയഃ പ്രശമായനാഃ സദ്യഃ പുനന്ത്യുപസ്പൃഷ്ടാഃ സ്വർദ്ധുന്യാപോനുസേവയാ. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണഃ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹി ന ശ്രദ്ധധാനാനാം ലീലയാ ദദതഃ കലാഃ. അധാക്യാഹി ഹരേർദീമൻ അവതാരകഥാ ശുഭാഃ ലീലാ വിദദത സ്വൈരം ഈശ്വരസ്യാത്മമായയാ. വയം തു ന വിതൃപ്യാമഃ ഉത്തമശ്ലോകവിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢഃ കപടമാനുഷഃ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ
കഥായാം സക്ഷണാ ഹരേഃ ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാരൈവാർണവം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോ വേദേ ധർമ്മ കം ശരണം ഗതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ പ്രഥമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഹരി ഓം. നാരായണ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഭാഗവതജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം പ്രഥമ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 2 ശ്ലോകങ്ങളാണ് ആകെ കണ്ടത്. കാരണം രണ്ടും ഗംഭീര ശ്ലോകങ്ങളാണ്. മംഗളാചരണം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ 3 ശ്ലോകങ്ങളും ഒരു മംഗളാചരണമായിട്ട് ഗ്രന്ഥത്തിൻ്റെ ആമുഖമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഭാഗവതത്തിലെ ചർച്ചാ വിഷയം? പരമമായ സത്യാന്വേഷണമാണ്. ആ പരമമായ സത്യത്തെ തന്നെയാണ് ഉപനിഷത്തിൻ്റെ ഭാഷയിൽ, വേദത്തിൻ്റെ ഭാഷയിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തെ സംബന്ധിച്ച അന്വേഷണം, ജ്ഞാനം, അതിന് ബ്രഹ്മവിദ്യ എന്ന് പേര്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് ഈ ഭാഗവതം ഒരു ബ്രഹ്മവിദ്യയാണ് എന്ന് സൂചിപ്പിച്ചു. എന്താണ്? ശ്രീമദ് ഭാഗവതം ബ്രഹ്മവിദ്യയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകം ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ എന്ന് ധർമ്മശബ്ദം കൊണ്ട് ആരംഭിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ പരമമായ ധർമ്മം സജ്ജനങ്ങൾ, നിർമ്മത്സരന്മാരായ സജ്ജനങ്ങൾ ആചരിക്കുന്ന പ്രോജ്ജിത കൈതവമായ ധർമ്മം, അല്പം പോലും കളവില്ലാത്ത നിഷ്കളങ്കമായ പ്രേമപൂർവമായ ധർമ്മം, ആത്മാർത്ഥമായ ധർമ്മം, അതാണ് ഈ ഭാഗവതത്തിലെ വിഷയം എന്ന് രണ്ടാം ശ്ലോകത്തിലൂടെയും സൂചിപ്പിച്ചു. അപ്പോൾ ധർമ്മശാസ്ത്രമാണ് അഥവാ യോഗശാസ്ത്രമാണ്. യോഗമെന്നാൽ ബ്രഹ്മവിദ്യ പ്രായോഗികമാക്കുന്ന പദ്ധതിക്കാണ് യോഗശാസ്ത്രം എന്ന് പറയുക. അപ്പം അങ്ങനെ നമ്മുടെ ഭഗവത്ഗീതയിൽ ഓരോ അധ്യായവും കഴിയുമ്പോൾ അവസാനം സങ്കല്പ വചനം പറയും. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. അപ്പോൾ അവിടെ എന്ത് പറയണു? ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മവിദ്യയുമാണത്, യോഗശാസ്ത്രവുമാണ്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? സത്യാന്വേഷണം എന്ന ശാസ്ത്രം, സയൻസ്, തിയറി, സയൻസിൻ്റെ തിയറിയാണ് ബ്രഹ്മവിദ്യ എങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ, പ്രായോഗികമായിട്ടുള്ള പദ്ധതി,
അതിൻ്റെ ടെക്നോളജി എന്നൊക്കെ പറയാം. അതാണ് ധർമ്മശാസ്ത്രം. ഒരു തിയറിയായിട്ടിരുന്നിട്ട് കാര്യമില്ല. ആ തിയറി പ്രാക്ടിക്കൽ ആവുമ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ തിയറികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. തിയറികൾ പുസ്തകത്തിലിരുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആ തിയറികളെ അപ്ലൈ ചെയ്യണം, അതിനെ പ്രായോഗികമാക്കണം, അതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. ഒരു തിയറി എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കേണ്ടത്, അതിനുള്ള ടെക്നോളജിയും കൂടി കണ്ടുപിടിക്കണം. എന്നിട്ടത് ആ ടെക്നോളജി അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ തിയറിയുടെ പ്രസക്തി. അല്ലെങ്കിൽ തിയറിയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ബ്രഹ്മവിദ്യ എന്ന ആ ഒരു സയൻസിനെ, ഒരു ശാസ്ത്രത്തെ ധർമ്മശാസ്ത്രത്തിലൂടെ, യോഗശാസ്ത്രത്തിലൂടെ പ്രായോഗികമാക്കുന്നു. ഇതാണ് നമ്മുടെ സനാതനധർമ്മം ചെയ്യുന്നത്. വെറുതെ ഒരു ഫിലോസഫി പറയുക മാത്രമല്ല ചെയ്തത്, ആ ഫിലോസഫിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും, എല്ലാ ചിന്തയിലും ആ ഫിലോസഫിയുടെ സ്വാധീനം ഉണ്ടാവുകയാണ്. ആ ഫിലോസഫിയുടെ സ്വാധീനം നമ്മുടെ ചിന്തയിലുണ്ടാകുന്നു. അതിനനുസരിച്ച് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും. അപ്പോഴാണ് നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചത്. ഒന്നാം ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞതിലൂടെ ഇത് ബ്രഹ്മവിദ്യയാണ്, പരമമായ സത്യാന്വേഷണമാണെന്നും, രണ്ടാമത്തെ ശ്ലോകത്തിൽ ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം എന്ന് പറയുന്നതിലൂടെ ധർമ്മശാസ്ത്രമാണ്, പ്രായോഗിക ശാസ്ത്രമാണ്, ജീവിത നിയമങ്ങളാണ്. ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കാം എന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്നു ഭാഗവത ധർമ്മത്തിലൂടെ. ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഓർമ്മിക്കുക. അപ്പോൾ ഈ ഭാഗവതം, മഹാമുനികൃതമായിട്ടുള്ള ഈ ഭാഗവതം കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്നത് ഉറപ്പിച്ചു പറഞ്ഞു. കിംവാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേ. പരൈഹി, പരങ്ങളായ അന്യങ്ങളായ മറ്റ് ശാസ്ത്രങ്ങളെ കൊണ്ടോ മറ്റ് പുരാണങ്ങളെ കൊണ്ടോ മറ്റ് സാധനാമാർഗങ്ങളെ കൊണ്ടോ ഹരിയെ, ഭഗവാനെ, ഈശ്വരനെ നിങ്ങൾക്ക് ഹൃദയത്തിൽ വേഗത്തിൽ പിടിച്ചു കെട്ടാൻ കഴിയുമോ? കിംവാ, ഇല്ല. എന്നാൽ അത്ര ഈ ഭാഗവതത്തിൽ, ഈ മഹാമുനികൃതമായ ശ്രീമദ് ഭാഗവതേ അത്ര കൃതിഭിഹി ശുശ്രൂഷുഭിഹി തൽക്ഷണാത്. സുഹൃതികളായിരിക്കുന്ന, നല്ല ഭാഗവതം കേൾക്കാൻ ശുശ്രൂഷയുള്ള, ശ്രോതുമിച്ഛയുള്ള, വളരെ ശ്രദ്ധാപൂർവം താല്പര്യപൂർവം കാത് കൂർപ്പിച്ച് കണ്ണ് തുറിച്ച്, അല്ലേ, കണ്ണിൽ എണ്ണയൊഴിച്ച് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ കാത്തിരിക്കും പോലെ കാത്തിരുന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാവും, സംശയമില്ല. അതാണ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭിഹി ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. അപ്പോൾ ഈ ഭാഗവതം ഇത് വേദ്യമാണ്, അറിയേണ്ടതാണ്, വാസ്തവമാണ്, ശിവദം വസ്തുവാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം. നിങ്ങൾക്ക് മംഗളത്തെ നൽകുന്ന വസ്തുവാണ് ഇതിൽ വിഷയം. ഇത് പഠിച്ചാൽ, ഇത് കേട്ടുകഴിഞ്ഞാൽ താപത്രയ ഉന്മൂലനം, എല്ലാ താപങ്ങളും, ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ താപത്രയങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ളതാണ് ഭാഗവത സേവ. അപ്പം നമ്മൾ ഈ വൈശാഖമാസത്തിൽ, അതും ഇന്നത്തെ അക്ഷയ തൃതീയ പ്രത്യേക ദിവസത്തിൽ സുഖമായിട്ട് ഭാഗവത പാരായണവും ഭാഗവത ശ്രവണവും ഒക്കെ ചെയ്യുന്നു. അനുഗ്രഹീതരാണ്, ധന്യരാണ്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരത്തിലെ പുണ്യം പാകമായി വരുമ്പോഴാണ് നമുക്ക് ഭാഗവതം ലഭിക്കുക. അത് ഉറപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഓം
നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ഇവിടെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ രണ്ട് വരികളെ കൊണ്ട് പറഞ്ഞിട്ട് സജ്ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാവരും ഭാഗവതം സേവിക്കുവിൻ, ഭാഗവതം പാനം ചെയ്യുവിൻ. വേറെ ലോക വിഷയങ്ങളെയല്ല പാനം ചെയ്യേണ്ടത്. ആ വിഷയങ്ങളെ പാനം ചെയ്താൽ അത് വിഷമാണ്. നിങ്ങൾ ലോക വിഷയങ്ങളെ പാനം ചെയ്താൽ വിഷത്തിനേക്കാൾ അപകടകാരിയാണത്. വിഷം കഴിക്കുന്നവരെ മാത്രമേ അത് അപകടത്തിലാക്കുള്ളൂ. വിഷം അകത്ത് ചെന്നാലേ പ്രശ്നമുള്ളൂ. ഈ ലോക വിഷയങ്ങളാകുന്ന വിഷം കണ്ടാൽ മതി, ദൂരത്തുനിന്ന് കണ്ടാൽ മതി. അത്ര അപകടകാരിയാണ് ഈ ലോക വിഷയങ്ങൾ. അങ്ങനെയുള്ള വിഷയങ്ങളെയല്ല നമ്മൾ പാനം ചെയ്യേണ്ടത്, കുടിക്കേണ്ടത്, അനുഭവിക്കേണ്ടത്. പിന്നെ ഏതാണ്? ഈ ആനന്ദം നൽകുന്ന ബ്രഹ്മാനന്ദ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ രസമാലയം, രസത്തിൻ്റെ ആലയമായിരിക്കുന്ന, രസത്തിൻ്റെ സ്രോതസ്സായിരിക്കുന്ന, രസത്തിൻ്റെ എംബോഡിമെൻ്റ് ആയിരിക്കുന്ന, രസം തന്നെ മൂർത്തീഭവിച്ചതാണ്. രസമല്ലാതെ വേറൊന്നും ഇതിൽ ഇല്ല. അങ്ങനെയുള്ള ഈ ഭാഗവതം പിബത പിബത മുഹുഹു പിബത അഹോ രസികാഹ ഭുവി ഭാവുകാഹ പിബത യൂയം പിബത, നിങ്ങൾ കുടിക്കുവിൻ കുടിക്കുവിൻ എന്ന് ഇവിടെ ഭാഗവത കർത്താക്കളായിട്ടുള്ള കവികൾ, മഹാത്മാക്കൾ പാടുകയാണ്, നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ ഭാഗവതം എന്ന് ഒന്നുകൂടെ പറയണ. നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം. നിഗമകൽപ്പതരു. നിഗമം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ പര്യായ ശബ്ദമാണ് നിഗമം. എന്തുകൊണ്ടാണ് വേദത്തിന് നിഗമം എന്ന് പറയുന്നത്? നിതരാം ഗമയതി ഇത് നിഗമഃ. നിതരാം ഗമയതി എന്ന് പറഞ്ഞാലോ നല്ലോണം പ്രാപിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഗമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടെത്തിക്കുക. നിതരാം എന്ന് പറഞ്ഞാലോ നല്ലപോലെ, ഏറ്റവും നന്നായിട്ട് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. എവിടേക്കാണ് എത്തിക്കുന്നത്? പുരുഷാർത്ഥങ്ങളിലേക്ക്. നമ്മുടെ പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ അർത്ഥിക്കുന്നതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടതാണതല്ല. പുരുഷൈഹി അർത്ഥ്യതേ ഇതി പുരുഷാർത്ഥ. പുരുഷന്മാരാൽ, മനുഷ്യന്മാരാൽ അർത്ഥിക്കപ്പെടുന്നത് കൊണ്ട് പുരുഷാർത്ഥം. ഏതൊക്കെയാണ് ആ പുരുഷാർത്ഥങ്ങൾ? 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളെ, ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിയാണ്, നമ്മുടെ നിലനിൽപ്പാണ്, നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ധർമ്മമാണ്. നമ്മളായിട്ട് നിൽക്കാൻ എന്തൊക്കെ ചെയ്യണോ അതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ നമ്മുടെ നിലനിൽപ്പാണ് ധർമ്മം. നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയും ധർമ്മം എന്ന് പറയുന്നു. നമ്മൾ നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഓരോരുത്തരും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യണം. ഒരു ഭർത്താവായിട്ട് നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം ഭാര്യയോട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ ഭാര്യ ഇയാളെ ഭർത്താവാണെന്ന് അംഗീകരിക്കുള്ളൂ. ഭർത്തൃസ്ഥാനത്ത് അയാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അയാൾ ചിലപ്പോൾ ഭർത്താവായിരിക്കും, പക്ഷെ ഭാര്യയ്ക്ക് അയാൾ ഭർത്താവായിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഭാര്യയ്ക്കും നാട്ടുകാർക്കും ഭർത്താവല്ലാത്ത രീതിയിൽ നിയമപ്രകാരം ഭർത്താവല്ലാതായി മാറും. ഡൈവോഴ്സ്
ആയിപ്പോവും, ഉപേക്ഷിച്ചു പോകും. എന്തുകൊണ്ട്? അയാൾ അയാളുടെ ധർമ്മം ചെയ്യുന്നില്ല. അതുപോലെ ഭാര്യയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഭാര്യാധർമ്മം അനുഷ്ഠിക്കണം, അപ്പോഴേ നിലനിൽപ്പുള്ളൂ. മക്കള് അവരുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അച്ഛനമ്മമാര് മക്കള് എന്ന് പറയും. അല്ലെങ്കിൽ നീ എൻ്റെ മകനുമല്ല, ഞാൻ എൻ്റെ അച്ഛനുമല്ല എന്ന് പറയും. അതുപോലെ ഓരോ ഔദ്യോഗിക പദവികൾ നമ്മൾ വഹിക്കുന്നുണ്ടാവാം. ആ പദവി നമുക്ക് നിലനിർത്തണമെങ്കിൽ ആ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തേ പറ്റൂ. ഡ്യൂട്ടീസ് ചെയ്യുന്നവനുള്ളതാണ് ആ പദവി. നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഡിസ്മിസ് ചെയ്യപ്പെടും. വേറെ ആൾ പകരം വരും ആ ഡ്യൂട്ടി ചെയ്യാൻ. അപ്പോൾ രണ്ടും, ധർമ്മം എന്നുള്ള ശബ്ദത്തിന് നിലനിൽപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ആ നിലനിൽപ്പിന് വേണ്ടി ചെയ്യപ്പെടുന്ന പ്രവൃത്തികളും ധർമ്മം. അപ്പോൾ ആ പ്രവൃത്തികളിലൂടെ നമ്മൾ നമ്മുടെ നിലനിൽപ്പ് ഉറപ്പാക്കണം. അപ്പോൾ അതിനുള്ള വഴി കാണിച്ചു തരുന്നു എന്ത്? വേദം. വേദം നമ്മെ ധർമ്മം ഉപദേശിക്കുന്നു. എന്താണ് നിങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞു തരുന്നു. ഓരോരുത്തരുടെയും പ്രത്യേക ധർമ്മങ്ങൾ, വിശേഷ ധർമ്മങ്ങൾ, എല്ലാവർക്കും പൊതുവായ സാമാന്യ ധർമ്മങ്ങൾ, അങ്ങനെ വർണ്ണാശ്രമധർമ്മങ്ങളായും സ്ത്രീധർമ്മമായും രാജധർമ്മമായും പുത്രധർമ്മമായും അല്ലേ പിതൃധർമ്മമായും മാതൃധർമ്മമായും ഭർത്തൃധർമ്മമായും അനേക വിശേഷധർമ്മങ്ങളും സാമാന്യധർമ്മങ്ങളും വേദം ഉപദേശിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉപദേശിച്ച് നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ സെക്യൂരിറ്റി സേഫ് ആക്കുന്നു. അങ്ങനെ ധർമ്മം എന്ന പുരുഷാർത്ഥത്തെ സാധിച്ചു തരുന്നു. അതുപോലെ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല, കറൻസി മാത്രമല്ല. അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനമുള്ളതെല്ലാം. നമ്മുടെ സൗന്ദര്യം ഒരു ധനമാണ്, നമ്മുടെ ആരോഗ്യം ഒരു ധനമാണ്, വിദ്യ ഒരു ധനമാണ്, ബന്ധുക്കൾ ധനമാണ്, സ്ഥാനമാനങ്ങൾ ധനമാണ്, ഭൂമി ധനമാണ്. നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന, നമ്മളെ എൻഹാൻസ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ഏതൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ധനമാണ്, അതൊക്കെ അർത്ഥമാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയോ? ഒരർത്ഥമാണത്. നന്നായിട്ട് പാട്ടുപാടാൻ അറിയോ? ഒരർത്ഥമാണത്. നന്നായി പാട്ടുപാടാൻ അറിയുന്നവൻ ആ പാട്ട് പാടുക എന്നുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ജീവിതം സുഗമമാക്കാം. അതിലൂടെ ധനസമ്പാദനം ചെയ്ത് അയാളുടെ ജീവിതമാർഗം തേടാം. അതിലൂടെ അയാൾക്ക് ബഹുമാനം പിടിച്ചു പറ്റാം, അല്ലേ? ഇപ്പോൾ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ വേറെന്ത് പണിയെടുത്തിട്ടാണ്? ആകെ കളിച്ചുകൊണ്ട് നടക്കുക ചെക്കൻ, ഏതു നേരവും കളിയാ. പക്ഷേ ആ കളി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിതമാർഗം സുരക്ഷിതമായില്ലേ? യേശുദാസ് ഏതു നേരവും പാടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പാടിക്കൊണ്ടിരുന്ന അമ്മമാർ വടിയെടുത്ത് ഓടിക്കും, പഠിക്കടാ, സ്കൂളിൽ പോടാ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരാൾ വെറും പാട്ട് പാടി കോടീശ്വരനായി ലോകത്തിലെ എല്ലാവരാലും ആരാധ്യനായി മാറി. അപ്പം അത് അയാളുടെ ഒരു ധനമല്ലേ? അയാളുടെ ശബ്ദവും അയാൾക്ക് പാടാനുള്ള കഴിവും. ചില ആളുകൾ അവരുടെ സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഐശ്വര്യ റായോ അല്ലെങ്കിൽ അതുപോലെയുള്ള മിസ് യൂണിവേഴ്സോ, അവർക്കൊക്കെ ധനം എന്താണ്? അവരുടെ സൗന്ദര്യമാണ്. അത് വിറ്റ് കാശാക്കി അഡ്വർടൈസ്മെന്റുകളിലൊക്കെ ഉപയോഗിച്ചും സിനിമയിൽ ഉപയോഗിച്ചും അവരും ജീവിക്കുന്നു, അല്ലേ? അപ്പം അങ്ങനെ ഓരോന്നും, നല്ലോണം തലമുടി ഉണ്ടെങ്കിൽ അതും വിറ്റ് കാശാക്കാം. തലമുടിയുടെ അഡ്വർടൈസ്മെന്റിന് പോയാൽ മതി, അല്ലേ? ഏതെങ്കിലും തൈലങ്ങളുടെ നീലി ബൃങ്കാതി അല്ലെങ്കിൽ എന്താണ് ധാത്രി, അവരൊക്കെ വിളിക്കും. അവരുടെ എണ്ണ തേച്ചിട്ട് നിങ്ങളുടെ തല നന്നായതൊന്നുമല്ല, എന്നാലും അവരുടെ പരസ്യത്തിനായിക്കൊണ്ട് നമ്മുടെ തലമുടി കാണിച്ചു കൊടുത്താൽ മതി, കാശ് തരും. അപ്പോൾ നോക്കൂ, എല്ലാം അർത്ഥമാണ്. അപ്പം എന്താണ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നത്, പ്രയോജനമുള്ളതായിരിക്കുന്നത്, ഉപജീവന മാർഗത്തിന് സഹായമായിരിക്കുന്നത്, അതൊക്കെ അർത്ഥം എന്ന പട്ടികയിൽ പെടും. അല്ലാതെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്യാഷ് എലോൺ അല്ല, കറൻസി മാത്രമല്ല, എന്തൊക്കെ സമൂഹം വാല്യൂ ചെയ്യുന്ന യൂസ്ഫുള്ളായിരിക്കുന്ന വസ്തുക്കളൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നേടേണ്ടത്, എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? അത് ധാർമ്മികമായി സമ്പാദിച്ചാൽ മാത്രമേ നിലനിൽക്കുള്ളൂ എന്നും, അതാണ് ധർമ്മത്തെ ആദ്യം പറഞ്ഞ് എല്ലാം ധാർമ്മികമായിട്ട് വേണം നിങ്ങൾ നേടാനായിക്കൊണ്ട്, എങ്കിലേ നിങ്ങൾക്ക് അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പ്രയോജനമുണ്ടാവുള്ളൂ.
അധാർമികമായി നിങ്ങൾ അർത്ഥം സമ്പാദിച്ചാൽ നിങ്ങളുടെ അധപ്പതനം വേഗമാകും, നശിച്ചു പോകും, നിങ്ങളുടെ മരണം പോലും അതുകൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കുവിൻ, അർത്ഥത്തെ ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവിൻ. ഈ അർത്ഥധർമ്മങ്ങളെ പരസ്പരം പോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുവിൻ. അർത്ഥം സമ്പാദിക്കുന്നത് ധർമ്മം ആചരിക്കാൻ, ധർമ്മം ചെയ്യുന്നത് അർത്ഥസമ്പാദനത്തിന്. ഇത് രണ്ടും പരസ്പരം കോംപ്ലിമെന്ററിയാണ്, പോഷിപ്പിക്കേണ്ടതാണ്. ധർമ്മം ആചരിച്ച് മാത്രം ധനം സമ്പാദിക്കുക, അർത്ഥം സമ്പാദിക്കുക, അർത്ഥം ധർമ്മത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക. ഇതാണ് വേദം പറഞ്ഞു തരുന്നത്, ഇതാണ് ആഗമം നിഗമം പറഞ്ഞു തരുന്നത് നമ്മളോട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കാം, ഒരാവലാതിയും ഇല്ലാതെ സുഖമായി സ്വസ്ഥരായിരിക്കാം. ഇനി കാമം എന്ന പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ലക്ഷറികൾ, സുഖഭോഗങ്ങൾ, അതിനെയാണ് കാമം എന്ന് പറയുന്നത്. കാമം എന്ന് പറഞ്ഞാൽ ഏത് വിഷയങ്ങൾ നമ്മളെ കൂടുതൽ സുഖിപ്പിക്കുന്നുവോ, നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളതല്ല. ഇപ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം ഒരു കാമവിഷയമല്ല, അത് അർത്ഥമാണ്, അത് ധർമ്മമാണ്, അത് അർത്ഥധർമ്മങ്ങളിൽ പെടുന്നതാണ്. വിശക്കുന്നവന്റെ ഭക്ഷണം അതൊരു കാമമല്ല. മര്യാദയ്ക്കുള്ള ഒരു അന്നം കിട്ടിയാൽ അവന് നിലനിൽപ്പ് സാധിക്കും, അപ്പം അതവന്റെ ധർമ്മത്തിനാവശ്യമാണ്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് ധാർമ്മികമാണ്, അതിനെ നമുക്ക് തെറ്റു പറയാൻ പാടില്ല. നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അതേ ഭക്ഷണം കഴിക്കുന്നത് ലക്ഷറിയാക്കി മാറ്റുമ്പോഴാണ് അത് കാമമായിട്ട് മാറുന്നത്. ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ, ഞാൻ സ്വർണ്ണ തളികയിൽ സ്വർണ്ണ സ്പൂണ് കൊണ്ട് പാൽ കഞ്ഞി അല്ലെങ്കിൽ പാൽ ചോറ് അല്ലെങ്കിൽ അമൃത് അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള വിഭവങ്ങൾ, വില കൂടിയതായിട്ടുള്ള വിഭവങ്ങൾ മാത്രമേ ഞാൻ ഭക്ഷിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ലക്ഷറിയിലേക്ക് വരികയാണ്. ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒരിക്കലും ലക്ഷറി അല്ല, അത് ധർമ്മമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യത്തിനുള്ള വസ്ത്രം ധർമ്മമാണ്. ആ വസ്ത്രം തന്നെ കൂടുതലാവുമ്പോൾ ലക്ഷറിയായി മാറുന്നു, കാമം എന്ന വിഷയത്തിലേക്ക് പോകണം. കൂടുതൽ വേണം, കൂടുതൽ വേണം എന്നുള്ള, എൻജോയ് ചെയ്യണം, ലക്ഷറി ആയിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ കാമം എന്ന പട്ടികയിലേക്ക് കയറ്റണം. അത് ധർമ്മത്തിന്റെ പട്ടികയിൽ വരില്ല. മിനിമം ആവശ്യമായിട്ടുള്ളത് ധർമ്മം, മിനിമത്തിന് മുകളിലുള്ളതൊക്കെ കാമം. ആ കാമം തന്നെ ധർമ്മത്തിനനുസരിച്ചേ സമ്പാദിക്കാവൂ, അനുഭവിക്കാവൂ എന്ന് വേദം പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിലോ നിങ്ങൾ വേഗം നശിച്ചു പോകും. അധാർമികമായ കാമം കൊണ്ട് നിങ്ങൾക്ക് നാശം സംഭവിക്കും. രാവണനൊക്കെ പറ്റിയ പറ്റ്, ദുര്യോധനനൊക്കെ പറ്റിയ പറ്റ് നമുക്ക് പറ്റും, അത്രേ ഉള്ളൂ. വല്ലവൻ്റെയും കൈകൊണ്ട് തല്ലി കൊല്ലപ്പെടും, അത്രേ ഉള്ളൂ. ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നമ്മുടെ പല അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ അത്യാഗ്രഹം കൊണ്ട് അല്പം വല്ലതുമൊക്കെ ആണെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഇത് പലനാൾ കള്ളൻ നിരന്തരം കട്ടുകൊണ്ടേയിരിക്കലാണ് അവരുടെ പണി, അവരുടെ കാമം കൊണ്ട്. അപ്പം എന്താവും, പലനാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും. അങ്ങനെ അകപ്പെട്ടാലോ ഒടുക്കത്തെ അകപ്പെടലായിരിക്കും, പിന്നെ പുറത്ത് കടക്കലുണ്ടാവില്ല. അപ്പം അതിനെയാണ് കാമം എന്ന് പറയുക. കാമം എന്ന് പറഞ്ഞാലും അത് ധർമ്മത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള കാമമായിരിക്കണം. ഭഗവാൻ തന്നെ ഗീതയിൽ 7-ാം അധ്യായത്തിൽ സമ്മതിക്കുന്നുണ്ട്, കാമം ഞാനാണെന്ന്. ഭഗവാനാണ് കാമം എന്ന് വെച്ചാൽ നമുക്ക് ധാർമ്മികമായ കാമം ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, അത് ധാർമ്മികമായ ആഗ്രഹം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ജീവജാലങ്ങളിൽ കാമം ഞാനാണ്, ധർമ്മ അവിരുദ്ധമായ കാമം. ധർമ്മത്തിന് വിരുദ്ധമായ കാമമല്ല, ധർമ്മവിരുദ്ധമായ കാമമൊക്കെ നമ്മുടെ കാമമാണ്, ഭഗവാനല്ല. നമ്മൾ കൂട്ടിച്ചേർത്തതാണ്. നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ അജ്ഞാനം കൊണ്ട്, നമ്മുടെ സ്വാർത്ഥത വളർന്ന് അത് കാമമായി മാറുമ്പോൾ ഭഗവാൻ കൈയൊഴിയും. അതെന്റെ അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മിനിമം ഒരു കാമം തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളതാണ്. വംശ അഭിവൃദ്ധിക്കായിട്ടുള്ള കാമം ധാർമ്മികമാണ്. എനിക്ക് 2-3 സന്തതികൾ ഉണ്ടാവണം എന്ന് ഒരു ദമ്പതികൾ വിചാരിച്ചാൽ, ഒരു അച്ഛനോ അമ്മയോ വിചാരിച്ചാൽ അത് ധാർമ്മികമായിട്ടുള്ള കാമമാണ്. നാട്ടുകാരിലൊക്കെ എനിക്ക് മക്കളുണ്ടാവണം എന്ന് പറഞ്ഞാലോ അത് കഷ്ടമാണ്. നാട്ടുകാരെ മുഴുവൻ തൻ്റെ ഭാര്യയാക്കണം,
അല്ലെങ്കിൽ തൻ്റെ ഭർത്താവാക്കണം, അവരിലൊക്കെ എനിക്ക് സന്തതികൾ ഉണ്ടാവണം. അത് പറ്റില്ല. അവനവൻ്റെ ഭാര്യയിൽ അവനവന് ധാർമ്മികമായിട്ട് 3 സന്തതികൾ വരെ ആവാം. 3 സന്തതികൾ വരെ ധാർമ്മിക സന്തതികളാണ്, അനുവാദമുള്ളതാണ്, നമ്മുടെ ശാസ്ത്രങ്ങൾ സമ്മതിച്ചിട്ടുള്ളതാണ്. 3 അതാണ് കുന്തിദേവി 3 സന്തതികളോടുകൂടി നിർത്തിയത്. കുന്തിദേവിയിൽ നിന്ന് പഠിക്കണം. കുന്തിദേവിയോട് ഇദ്ദേഹം പാണ്ഡു ഇനിയും വേണമെങ്കിൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു. കുന്തിദേവി പറഞ്ഞു 3 ധാർമ്മിക സന്തതികൾ, എനിക്കിതാ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ മതി. അപ്പൊ 3 സന്തതികളോടുകൂടി ധാർമ്മികമായി, പിന്നെയുള്ളതൊക്കെ ധർമ്മത്തിനപ്പുറത്ത് നമ്മുടെ കാമം കൊണ്ടുണ്ടാവുന്നതാണ്. കൂടുതൽ ഉണ്ടാവണം എന്നുള്ള കാമം കൊണ്ട് 4ാമത്തെ 5ാമത്തെയൊക്കെ കാമസന്തതികളാണ്. ആദ്യത്തെ 3 ധർമ്മസന്തതികളാണ് എന്ന് പറയും. കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ബിരിയാണി കഴിക്കുന്നില്ലേ, പായസം കഴിക്കുന്നില്ലേ, സാധാരണ കഞ്ഞി കുടിക്കുന്നതിന് പകരം അതുപോലെ കരുതിയാൽ മതി. നാട്ടുകാർക്ക് ഉപദ്രവമില്ലാതിരുന്നാൽ മതി. നിങ്ങൾ 10 മക്കളെ ജനിപ്പിച്ചിട്ട് അത് നാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കാൻ പാടുള്ളതല്ല. വല്ലവരും നോക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ സന്തതികളെ ജനിപ്പിക്കാൻ പാടില്ല. നമുക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവരണം, അവരെ ധാർമ്മികമായി വളർത്തി കൊണ്ടുവരണം, അവരെ വേണ്ട പോലെ സ്വന്തം കാലിൽ നിൽക്കാറാക്കണം. അപ്പം ധാർമ്മിക സന്തതികളാവും. അപ്പം ഇങ്ങനെ ധർമ്മം, അർത്ഥം, കാമം, ലക്ഷറികളെ കാമം എന്ന ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. എനി ഡിസയർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഡിസയർ അല്ല, അതൊരു നീഡാണ്, നെസസിറ്റിയാണ്. ആ നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡിസയർ ഈസ് ധാർമ്മിക് ഡിസയർ. ലക്ഷറിക്ക് വേണ്ടിയിട്ടുള്ള ഡിസയറാണ് കാമം എന്നുള്ള ലിസ്റ്റിൽ പെടുന്നത്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ എങ്ങനെ സമ്പാദിക്കണമെന്നും, അത് മാത്രമല്ല ഇതൊക്കെ നേടുമ്പോഴും നിങ്ങളുടെ പരമമായിട്ടുള്ള ലക്ഷ്യം സ്വാതന്ത്ര്യമാണ് കേട്ടോ. എല്ലാവരും കാക്ഷിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ധനം സമ്പാദിക്കുന്നതിലൂടെ നിങ്ങൾ എന്തിനെങ്കിലും അടിമയായി പോകരുത്, ആർക്കെങ്കിലും അടിമയാവാൻ ഇടയുണ്ടാവരുത്, നിങ്ങളുടെ ബന്ധനത്തിന് കാരണമാവരുത്. നിങ്ങൾ ധനം സമ്പാദിക്കുന്നത് കട്ടിട്ടൊക്കെയാണെങ്കിൽ, വല്ലവരുടെയും മുതലൊക്കെ അപഹരിച്ചിട്ടാണെങ്കിൽ നാളെ ജയിലിൽ കിടക്കും. അത് മോക്ഷത്തിന് വിരുദ്ധമാണ്, ബന്ധനസ്ഥനാവുകയാണ്. അതുപോലെ കാമം അധികമായാൽ നമ്മൾ ലോഭം വർദ്ധിച്ച് അതിന് അഡിക്റ്റഡ് ആവും. ആ അഡിക്ഷൻ ബന്ധനമാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണ്, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പരിശ്രമിക്കേണ്ടത്. കാരണം അതാണ് സുഖം, ഇൻഡിപെൻഡൻസ് ആണ് സുഖം. അപ്പം അതിനെ ആരെയും ആശ്രയിക്കാതിരിക്കുക, ലോകത്തിലെ ഒരു വസ്തുവിനെയും ആശ്രയിക്കാതിരിക്കുക, മനുഷ്യനെ മാത്രമല്ല ഒരു വസ്തുവിനെയും ആശ്രയിക്കാതിരിക്കുക. ലോകത്തിൽ ഏതെങ്കിലും വസ്തുവിനെ ആശ്രയിച്ചാൽ അത് അടിമത്താണ്, ഏതെങ്കിലും വിഷയങ്ങളെ ആശ്രയിച്ചാൽ അടിമത്തമാണ്. അപ്പൊ എല്ലാറ്റിൽ നിന്നുള്ള മോചനമാണ് ലോകത്തിൽ ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം തന്നിൽ തന്നെ തൃപ്തനായിരിക്കാനുള്ള ഒരു അഭ്യാസം. അതാണ് നമ്മളെല്ലാം അഭ്യസിക്കേണ്ടത്. അതിന് വേണ്ടത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലൂടെ മോക്ഷം. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങൾ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെ വേണ്ട രീതിയിൽ സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ച് അത് നമ്മളെ പ്രാപിപ്പിക്കുന്നു ആര്? വേദങ്ങൾ. ഇപ്പൊ സ്വർഗം എന്നൊക്കെ ഉള്ളത് കാമ ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. വേദത്തിൽ സ്വർഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ. സ്വർഗകാമോ യജേത, സ്വർഗം കാമിക്കുന്നവൻ യാഗം ചെയ്തോളൂ, യാഗം ചെയ്ത് സ്വർഗത്തിൽ പൊക്കോളൂ, അവിടെ ചെന്ന് രമിച്ചോളൂ, അവിടെ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലക്ഷറി. ആ ലക്ഷറി എന്നുള്ളത് കാമ ലിസ്റ്റിൽ പെട്ടതാണ്. അപ്പൊ സ്വർഗപ്രാപ്തി എന്നൊക്കെ ഉള്ളത് ലക്ഷറിയാണ്. ആ സ്വർഗത്തിൽ പോയി ഭ്രമിച്ച് അവിടെ തന്നെ കുടുങ്ങിക്കിടന്നാൽ നിങ്ങൾക്ക് മോക്ഷം വൈകിപ്പോകും. അപ്പൊ ഏതാ നല്ലതെന്ന് ചിന്തിച്ചിട്ട് പരമപുരുഷാർത്ഥം ഏതാണെന്ന് പറഞ്ഞു തരുന്നതാണ് ഉപനിഷത്തുക്കൾ. ഏറ്റവും പരമമായ സ്വാതന്ത്ര്യം എന്താണെന്ന് പറയും, അതിനുള്ള മാർഗം കാണിച്ചു തരുകയും ചെയ്യുന്നതാണ് വേദത്തിലെ ഉപനിഷത്തുക്കൾ എന്ന ഭാഗം. പരമപുരുഷാർത്ഥമാണ് ഉപനിഷത്തുക്കളുടെ വിഷയം.
ബാക്കി വേദത്തിലെ മറ്റ് കർമ്മകാണ്ഡങ്ങളുടെയൊക്കെ വിഷയം ധർമാർത്ഥ കാമങ്ങൾ, 3 വിഷയങ്ങൾ, ത്രിവർഗങ്ങൾ. അപ്പൊ ഇത് 4 ധർമാർത്ഥ കാമങ്ങളും മോക്ഷവും എങ്ങനെ നേടണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു നിഗമയതീതി നിഗമഃ. അങ്ങനെ വേദങ്ങൾക്ക് നിഗമം എന്ന് പേര്. ശരി, ഇതൊക്കെ ഇത്രയൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് പറയണു. അപ്പൊ നിഗമത്തെ ഒരു കൽപ്പതരുവായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. കൽപ്പതരു, കൽപ്പവൃക്ഷം, സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. കൽപ്പിച്ചതൊക്കെ നൽകുന്ന വൃക്ഷം, സങ്കല്പിച്ചതൊക്കെ നൽകുന്ന വൃക്ഷം. ആ വൃക്ഷത്തിന്റെ അടുത്ത് ചെന്ന് നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അത് തരും. അതുകൊണ്ട് അതിന് കൽപ്പവൃക്ഷം എന്ന് പേര്. ഇപ്പൊ വേദത്തെ ഒരു കൽപ്പവൃക്ഷമായി ഉപമിച്ചത് എന്തുകൊണ്ട്? ഈ വേദം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകും. ഈ വേദത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ഇതൊരു കൽപ്പവൃക്ഷമാകും. നിങ്ങളുടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 പട്ടികയിലും പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുന്ന ഒരു കൽപ്പവൃക്ഷമാണ് വേദം എന്ന് പറയുന്നത്. അപ്പൊ നിഗമത്തെ, വേദത്തെ കൽപ്പവൃക്ഷമായിട്ട് ഉപമിച്ചു. അത് നിങ്ങൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ വേദം നിങ്ങൾക്ക് നേടിത്തരുന്നു. അതിനുള്ള അറിവ് നൽകി, അതിനുള്ള പ്രായോഗിക പദ്ധതികൾ നൽകി, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നേടാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് നിഗമത്തെ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നിഗമ കൽപ്പ തരു, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന്, തരോഹോ അതിൽ നിന്ന്, പഞ്ചമ്യർത്ഥം ഗളിതം, ഗളിതം വീണത് എന്നർത്ഥമാണ്. ഒഴുകിയത് എന്നാണ് ശരിക്കും അക്ഷരാർത്ഥം. ഗളിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ്. അപ്പോൾ ഒഴുകിയതാണ്. എന്താണ്? ജ്യൂസായിട്ട് അങ്ങനെ ഒഴുകുകയാണ് ഭാഗവതം. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലെ മൂത്തു പഴുത്ത പഴം അതിങ്ങനെ ഒഴുകി വീഴുകയാണ്, അല്ലാതെ കല്ല് പോലെയുള്ള ഒരു പഴമല്ല അത്. ജ്യൂസ്, പ്യുവർ ജ്യൂസ്. അതിൽ കളയാനൊന്നുമില്ല, അതിൽ തോലുമില്ല, അതിന് ഉള്ളിൽ കൊട്ടയൊന്നുമില്ല. മാമ്പഴമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അണ്ടി ഉണ്ടാവും, അല്ലേ? ചക്കപ്പഴമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും. വേറെ ഏത് പഴം എടുത്താലും അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ. എന്നാൽ ഇതിൽ കുരുവില്ല, തോലും കളയാനില്ല, കംപ്ലീറ്റ് ജ്യൂസ്, രസം മാത്രം. അതാണ് ഗളിതം ഫലം, ഒഴുകി വീണ പഴമാണ്. സുഖമുഖാത് അമൃതദ്രവ സംയുതം. സാധാരണ വൃക്ഷങ്ങളിൽ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൂത്ത് പഴുക്കുമ്പോഴാണ് തത്തകൾ വന്ന് കൊത്തുക. ഏറ്റവും നല്ല മധുരമുള്ള പഴങ്ങൾ നോക്കി തത്ത കൊത്തും. അപ്പൊ തത്ത കൊത്തിയ പഴത്തിന് സ്വാദ് കൂടും. എന്തുകൊണ്ട്? ഏറ്റവും നന്നായി പഴുത്തത് കൊണ്ടും. നല്ലത് നോക്കിയിട്ടാണ് തത്ത കൊത്തുക. ഇനി തത്ത കൊത്തിയത് കൊണ്ടും വേഗം പഴുക്കും അത്. നമ്മുടെ ഈ മാമ്പഴം ആവട്ടെ, പപ്പായ ആവട്ടെ, അതുപോലെയുള്ള പഴങ്ങളൊക്കെ വേഗം പഴുപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിലെവിടെയെങ്കിലും ഒരു മുറിവുണ്ടാക്കിയാൽ മതി, വേഗം പഴുക്കും. നമ്മുടെ ഇവിടെയുള്ള കുട്ടികളാണത് കാണിച്ചു തരുന്നത് നമുക്ക്. അട്ടപ്പാടി എന്നുള്ള ആദിവാസി കുട്ടികളുണ്ടല്ലോ, അവർ നമ്മുടെ ഈ പപ്പായ മരത്തിൽ പച്ച പപ്പായ, അപ്പോൾ എന്തു ചെയ്യും? അതിനെ വല്ല തോട്ടി പോലെ എന്തെങ്കിലും എടുത്തിട്ട് ഒരു കുത്തിയിട്ട് ഓരോന്നിലും മുറിവാക്കി വെക്കും. വീഴ്ത്താൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു മുറിവുണ്ടാക്കി വെച്ചാൽ അത് പെട്ടെന്ന് പഴുക്കും. വേഗം പഴുത്ത് നല്ല സ്വാദോടുകൂടി അവർക്ക് കഴിക്കാം. അപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ അവർ പറിച്ച് കഴിക്കും. നല്ല ബുദ്ധിയാണ് അവർക്ക് ആ കാര്യത്തിലൊക്കെ. എങ്ങനെ പഴുപ്പിക്കണം, മരത്തിൽ വെച്ചിട്ട് തന്നെ അവർ പഴുപ്പിക്കും. ഒരു മുറിവ് കൊടുത്താൽ പഴുക്കും. അതുപോലെയാണ് പല പഴങ്ങളും പക്ഷികൾ വന്ന് കൊത്തിക്കഴിയുമ്പോൾ അത് വേഗം പഴുക്കും. അണ്ണാൻ കടിച്ചാൽ വേഗം പഴുക്കും. നമ്മളൊക്കെ അണ്ണാൻ കടിച്ച മാമ്പഴങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ തിന്നിട്ടുണ്ട്. അണ്ണാൻ തൊട്ടിട്ടുണ്ടാവും, അതിൻ്റെ പല്ലിൻ്റെ അടയാളം കാണാം. 2 or 3 കടി കടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് നിന്ന് പഴുത്തു, അത് വീഴും. ആ ഭാഗം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ ബാക്കി ഭാഗം നമുക്ക് നല്ല മധുരമായിരിക്കും, അല്ലേ? അപ്പം അതുപോലെ ഇവിടെ തത്ത സ്പെഷ്യലാണ്. തത്ത കൊത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സെലക്റ്റീവാണ് തത്ത. നല്ല പഴങ്ങളെ കൊത്തുള്ളൂ, നന്നായിരിക്കും അത്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. സുഖമുഖാത്,
ശുഗത്തിന്റെ മുഖത്ത് നിന്ന് അമൃതദ്രവ സംയുതം, അതിന്റെ വായിലെ അമൃതദ്രവം ചേർന്നത്, തത്തയുടെ വായിലെ അമൃതദ്രവത്തോട് ചേർന്നത് എന്ന്. ഇന്ന് നിപ്പ വൈറസും വേറെ പല വൈറസും ഒക്കെ വരും വവ്വാല് കടിച്ചിട്ട്, അല്ലേ? അതെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം നമ്മളതൊന്നും തിന്നണ്ട, കടിച്ചതൊന്നും തിന്നണ്ട, ആര് കടിച്ചതും. പണ്ടാണെങ്കിൽ ഒക്കെ സേഫായിരുന്നു, നമ്മുടെ ബാല്യത്തിലൊക്കെ സേഫായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വൈറസുകൾ വർദ്ധിച്ച് വന്നത്. ചൈനീസ് വൈറസുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് വന്നിരിക്കുന്നു. മനുഷ്യന്റെ കയ്യിലിരിപ്പുണ്ട്. ശരി, അപ്പൊ ഇവിടെ ശുഗം ആരാണ്? നമ്മുടെ ശുഗബ്രഹ്മർഷിയാകുന്ന തത്ത, വ്യാസപുത്രനായ ശുഗബ്രഹ്മർഷി. അദ്ദേഹത്തിന്റെ മുഖകമലത്തിൽ നിന്ന് ആ തേനോടുകൂടി മധുരമായി ഒഴുകിയത് എന്ന് പറയാൻ വേണ്ടി. എന്ന് വെച്ചാൽ അദ്ദേഹം ആരാ? അദ്ദേഹം നിർഗുണ ബ്രഹ്മനിഷ്ഠനായിരുന്നൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് പോലും കൊതിയായി ഈ ഭാഗവതത്തില്. ഒരു നിർഗുണ ബ്രഹ്മനിഷ്ഠനായിരുന്ന, എന്നും നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരുന്നതായിട്ടുള്ള ആ ശുഗബ്രഹ്മർഷി പോലും ഭാഗവതത്തിന്റെ മണം കേട്ട്, ഭാഗവതത്തിന്റെ രുചി കേട്ട് അദ്ദേഹം അതിൽ ആകൃഷ്ടനായി എന്ന് പറഞ്ഞാൽ എത്ര രുചിയുള്ളതാണ്! ഈ ശുഗബ്രഹ്മർഷിയെ പോലും പ്രലോഭിപ്പിച്ചതാണ് ഈ ഭാഗവതം. അപ്പൊ അതിന്റെ രുചി ഒന്ന് സ്പെഷ്യലാണ്. അത് നിങ്ങൾ ആസ്വദിക്കുവിൻ. സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം. ഈ ഭാഗവതം അത് രസം, മുഴുവൻ ജ്യൂസാണ്. ആലയം, രസമാലയം, രസത്തിന്റെ ആലയം, രസത്തിന്റെ എംബോഡിമെന്റ്, അല്ലെങ്കിൽ രസത്തിന്റെ എന്താ പറയാ, ഗൃഹം, വാസസ്ഥാനം, ഗോഡൌൺ എന്നൊക്കെ പറയാം. അതിനെ പിബത, ഈ ഭാഗവതത്തെ നിങ്ങൾ പിബത യൂയം പിബത, നിങ്ങൾ കുടിക്കുവിൻ. കുടിക്കേണ്ടതാണ്, കടിക്കണ്ട, തിന്നണ്ട, ചവയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട, വെറുതെ കുടിച്ചാൽ മതി. എഫർട്ട്ലെസ് ആണെന്നർത്ഥം. പല്ലിനൊന്നും പണിയില്ല, കുടിച്ചാൽ മാത്രം മതി. ജ്യൂസ് കുടിക്കുന്ന പോലെ രസമാലയം പിബത. മുഹുരഹോ, അഹോ, അഹോ എന്നുള്ളത് സംബോധനയിലാണ്. ഏയ് രസികാഹ, അല്ലെങ്കിൽ അഹോ എന്നുള്ളത് അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം. രസികന്മാരെ, നല്ല രസന സാമർഥ്യമുള്ളവരെ, രസിക്കാൻ മിടുക്കന്മാരായിരിക്കുന്നവരെ. അരസികന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിക 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 എന്ന് പണ്ടേതോ കവി പാടി. അരസികന്മാരോട് പോയിട്ട് കവിത പറയാൻ പോയാൽ അവർക്കുണ്ടോ രസിക്കുന്നു? അവർ മുഖം ചൊളിച്ച് പോകും. അപ്പോൾ രസികന്മാരാണ് ഇവിടെ ആസ്വദിക്കാൻ വരുന്നവര്. ഇത് കേൾക്കാൻ അതിനൊരു സംസ്കാരം വേണം, ഒരു ആന്തരികമായിട്ടുള്ള ഒരു ക്വാളിറ്റി വേണം, ഒരു സത്വഗുണം വേണം. സത്വഗുണമുള്ളവർക്ക് ഈ നല്ല സാധനങ്ങളൊക്കെ രസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ചെളിക്കുണ്ടിലായിരിക്കും പന്നികളെ പോലെ രസിക്കുന്നത്, അല്ലേ? അരയന്നങ്ങൾക്ക് നല്ല ശുദ്ധജലം വേണം. ആ ശുദ്ധജലത്തിൽ രസിക്കുക, രമിക്കുക അരയന്നങ്ങളാണ്. അതുപോലെ സജ്ജനങ്ങളാണ് ഇവിടെ രസികന്മാര്. അല്ലയോ രസികാഹ ഭാവുകാഹ, ഭാവുകാഹ ഭാവനാ സമ്പന്നന്മാരായിട്ടുള്ളവരെ. ഇത് കേൾക്കുന്തോറും നിങ്ങളുടെ ഉള്ളില് ഭാവന വർദ്ധിച്ചു വരും. ഈ ബ്രഹ്മതത്വത്തെ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള വികാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങളുടെ ഭാവന വികസിക്കും തോറുമാണ് നിങ്ങൾക്ക് ആ ബ്രഹ്മത്തെ, പ്രപഞ്ച കാരണമായ അനന്തമായ ബ്രഹ്മത്തെ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക, അതിനുള്ള മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഭാവുകാഹ, അല്ലയോ ഭാവനാ സമ്പന്നന്മാരെ, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൃതമാണ് ഈ ഭാഗവതം, രസമാലയം. ഇനി ഈ രസമാലയം എന്നുള്ളതിനെ പിരിച്ചിട്ട് ആലയം പിബത എന്നും വ്യാഖ്യാനിക്കാം. ഈ ഭാഗവതം എന്ന രസത്തെ യൂയം ആലയം പിബത. ആലയം പിബത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലയം സംഭവിക്കുന്നത് വരേക്ക് നിങ്ങൾ കുടിക്കുവിൻ, നിങ്ങൾ ഇല്ലാതാവുന്നത് വരേക്ക് നിങ്ങൾ കുടിക്കുവിൻ. നിങ്ങൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതായി മോക്ഷം പ്രാപിക്കുന്നത് വരെ.
അതല്ലെങ്കിൽ മരണം വരെ എന്നും അർത്ഥത്തില്. ആ സമന്താത് ലയം, ലയം സംഭവിക്കും വരെ കുടിച്ചോണ്ടേയിരിക്കുവിൻ. അപ്പൊ എത്ര നേരം കുടിക്കണം എന്ന് ചോദിച്ചാൽ അതിന് ലിമിറ്റൊന്നുമില്ല. ആലയം പിപത, നിങ്ങൾ ഇല്ലാതാവുന്നവരെ കുടിച്ചോളൂ. നിങ്ങളുടെ മരണം വരേക്കോ മോക്ഷം വരേക്കോ ഏതാണെങ്കിലും അതുവരെ കുടിച്ചോളൂ എന്ന് ഒരു ആഹ്വാനമാണ്. രസികന്മാർക്ക്, ഭാവുകന്മാർക്കുള്ള ആഹ്വാനമാണ് ഈ ശ്ലോകം. ഭാഗവതം അത് എന്താ പറയുക, വേദസാരമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. വേദത്തിന്റെ സാരമാണ്, വേദത്തിന്റെ ജ്യൂസാണ്. നമ്മൾ മഹാത്മ്യത്തിൽ കണ്ടു, വേദം കരിമ്പാണെങ്കിൽ അതിൽ നിന്നെടുത്ത കരിമ്പിൻ ജ്യൂസോ പഞ്ചസാരയോ ആണ് ഭാഗവതം. വേദം പാലാണെങ്കിൽ അതിൽ നിന്നെടുത്ത വെണ്ണയാണ് ഭാഗവതം. വേദം ഒരു വൃക്ഷമാണെങ്കിൽ അതിൽ നിന്നുണ്ടായ പഴമാണ്, അതിന്റെ ഫലമാണ് ഭാഗവതം. അപ്പൊ ഇങ്ങനെ പലതരത്തില് മഹാത്മ്യത്തിൽ നമ്മൾ താരതമ്യം ചെയ്ത് കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ നിങ്ങൾ ആസ്വദിക്കുവിൻ, കുടിക്കുവിൻ എന്ന് ഇവിടെ കവികൾ പാടുകയാണ്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. അപ്പോൾ ഇതുവരേക്ക് നമ്മൾ കണ്ടത് 3 മംഗളാചരണ ശ്ലോകങ്ങൾ. ഭാഗവതത്തെ സ്തുതിക്കുന്ന, ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പ്രതിപാദിക്കുന്ന, അതിലെ ഭാഗവതത്തിലെ വിഷയമെന്താണ്, പ്രയോജനമെന്താണ്, ആരാണിത് സ്വീകരിക്കേണ്ടവർ എന്നൊക്കെ സൂചിപ്പിച്ചു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഭാഗവതം നടക്കുന്ന ആ വേദിയിലേക്ക് പോകാം. എവിടെയാണത്? നൈമിഷാരണ്യത്തിൽ നമ്മളെ കൂട്ടിയിട്ട് പോവാണ് ഈ കവി. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ സൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതേ. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ സൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. നൈമിഷേ സ്ഥലം പറയണം. എവിടെ വെച്ചിട്ടാണ് ഈ ഭാഗവത ചർച്ച നടക്കുന്നത്? അവിടേക്ക് കൊണ്ടുപോവാണ്. നൈമിഷേ, നൈമിഷം, നൈമിഷാരണ്യം എന്ന് പ്രശസ്തമായിട്ടുള്ള സ്ഥലം. യുപിയില് അയോധ്യയിൽ നിന്നും പിന്നെയും 200-ന്റെ അടുത്ത് കിലോമീറ്റർ ഉണ്ട് നൈമിഷാരണ്യത്തിലേക്ക്. ശരിക്കും അരണ്യം തന്നെയാണ് അതിൻ്റെ ചുറ്റുപാടുകളും. ഇപ്പോഴും ഡെവലപ്മെൻ്റ് ഒന്നും എത്താത്ത ഒരു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റുപാടും തന്നെ ഗ്രാമീണമായിട്ടുള്ള സ്ഥലം. അങ്ങനെയുള്ളൊരു അരണ്യം തന്നെയാണ്. ഞാനൊരു 12-13 കൊല്ലം മുമ്പ് പോയ പോലെയല്ല. ഇപ്പോൾ 2019 പോയപ്പോൾ കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഗ്രാമീണ അന്തരീക്ഷമായിട്ടുണ്ട്. മറ്റത് വനം തന്നെയായിരുന്നു. ഞാൻ 2008 പോയിരുന്നു. 2008 പോയപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. അവസാനം എത്തുന്നത് ഒരു കാട്ടിലേക്ക് തന്നെയാണ്. അവിടുന്ന് ഇപ്പോൾ അതിനുശേഷം 2019 11 വർഷത്തിന് ശേഷം പോകുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. കുറച്ചുകൂടി ജനവാസം ആയിട്ടുണ്ട് നൈമിഷാരണ്യത്തിൽ. കുറച്ചുകൂടി കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ട്. താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാട് പോലെയുള്ള സ്ഥലം തന്നെയാണ് ഇപ്പോഴും നൈമിഷാരണ്യം. ലളിതാ ശക്തിപീഠം ഫേമസ് ആണ് നൈമിഷാരണ്യത്തിൽ. അതിനേക്കാൾ ഇവിടെ പറയുന്നു അനിമിഷക്ഷേത്രേ. അനിമിഷക്ഷേത്രേ എന്ന് പറഞ്ഞാൽ അനിമിഷൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഒരു പര്യായമായിട്ട്. ദേവന്മാരൊക്കെ അനിമിഷന്മാരാണ്. അനിമിഷന്മാരെന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കാത്തവർ എന്നാണ് അർത്ഥം. നിമേഷം ഇല്ലാത്തവർ. ഉന്മേഷം കണ്ണ് തുറക്കലാണ്, നിമേഷം കണ്ണടയ്ക്കലാണ്. അപ്പൊ കണ്ണടയ്ക്കാത്തവർ എന്നാണ് അനിമിഷന്മാരെന്ന് പറഞ്ഞാൽ അർത്ഥം. കൺപീലികൾ ഇല്ലാത്തവർ അല്ലെങ്കിൽ കണ്ണടയ്ക്കാത്തവർ അനിമിഷന്മാര്. അതിൽ ശ്രേഷ്ഠനാണ് ഭഗവാൻ വിഷ്ണു.
ഈ ലോകത്തെ എപ്പോഴും രക്ഷിക്കുന്നതിന് വേണ്ടി കണ്ണു തുറന്നിരിക്കുന്നവൻ അനിമിഷൻ. അപ്പോൾ അനിമിഷ ക്ഷേത്രേ, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വാച്ച്മാനാണ് ഭഗവാൻ, സെക്യൂരിറ്റിയാണ് ഭഗവാൻ. എപ്പോഴും കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിഷ്ണുവിന് പര്യായ ശബ്ദമായിട്ട് അനിമിഷൻ എന്ന പേര്. അനിമിഷായ നമഃ എന്ന് പറഞ്ഞാൽ വിഷ്ണവേ നമഃ എന്ന അർത്ഥം. അനിമിഷ ക്ഷേത്രേ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ക്ഷേത്രം എന്നർത്ഥം. വിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രത്തിൽ ഋഷയ ശൗനകാദയ, ശൗനകാദയ ഋഷയ, ശൗനകാദികളാകുന്ന ഋഷികൾ. ശൗനകൻ ആദി, ശൗനകൻ മുമ്പിൽ നിൽക്കുന്നു. ശൗനക ഇസ് ദ ലീഡർ. അതെ, അവിടെ ഗോദാവരി അല്ല, അതിൻ്റെ അടുത്ത് ഒരു നദിയുണ്ട്. ആ നദിയിൽ നമ്മൾ ഒരു തീർത്ഥസ്ഥാനത്തേക്ക് പോയി ഭഗവാൻ മഹാദേവന് പൂജ ചെയ്യാൻ. തീർത്ഥത്തിൻ്റെ ഉള്ളിലാണ് ലിംഗം, വെള്ളത്തിൻ്റെ അടിയിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏത് പഴങ്ങളിട്ടാലും താഴ്ന്നു പോകും. അത് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. പൊങ്ങി വന്നാൽ അത് നമുക്കുള്ള പ്രസാദമാണ്. ഭഗവാൻ സ്വീകരിച്ചിട്ട് നമുക്ക് പ്രസാദം തരികയാണ്. അപ്പോൾ ബാക്കി ഏത് വെള്ളത്തിലിട്ടാലും താഴ്ന്നു പോകുന്ന പഴങ്ങൾ, ആപ്പിള്, ഓറഞ്ച്, അല്ലെങ്കിൽ ഓറഞ്ച് സാധാരണ പൊങ്ങി വരും. ഘനമുള്ള പഴങ്ങൾ, അതായത് താഴ്ന്നു പോയാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊങ്ങി വരിക. ആ പൊങ്ങി വരുന്നത് നമുക്കെടുക്കാം പ്രസാദമായിട്ട് നമ്മളിട്ടത്. അങ്ങനെ ഒരു കടവുണ്ട് അവിടെ, ഒരു തീർത്ഥസ്ഥാനം. എല്ലാവരും ചെന്ന് പൂജിക്കും. എന്താ സ്ഥാനത്തിൻ്റെ പേര് മറന്നു. ഒരു രുദ്രതീർത്ഥം. അപ്പോൾ അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് മറന്നു. ഗോമതി അല്ല, ഗോമതി ചിത്രകൂടത്തിലാണ്. ഇത് വേറെന്തോ ഒരു നദിയാണ്. ഇരിക്കട്ടെ, എന്തായാലും നമുക്കിപ്പോൾ കഥയിലേക്ക് പോകാം. ശൗനകാദയ ഋഷയ, ശൗനകാദി ഋഷീശ്വരന്മാർ. ശൗനകൻ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ശൗനകൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ, ഗോമതി ആണോ എന്ന് നിങ്ങൾ ജോഗ്രഫി പോയി നോക്കി പഠിക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, പോയി നോക്കൂ. എനിക്കെല്ലാം ഓർമ്മ വയ്ക്കാൻ കഴിയണ്ടേ. അപ്പോൾ ശുനകൻ എന്നൊരു ബ്രാഹ്മണന്റെ പുത്രനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ശൗനകൻ എന്ന് വിളിച്ചു. അദ്ദേഹം ഭൃഗുവംശത്തിൽ ജനിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഒരു ഭാർഗവനാണ്. ഭൃഗുവംശത്തിലെ ഒരു ബ്രാഹ്മണനാണ്. ആയിക്കോട്ടെ, താങ്ക് യു. റിവർ ഗോമതി. ഭൃഗുവംശജാതനായ ശുനകൻ എന്ന ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണന്റെ പുത്രനാണ് ശൗനകൻ. അദ്ദേഹം ഒരു മഹാഗൃഹസ്ഥനാണ്. ശരി, നമുക്കത് വിടുക. നിങ്ങൾ ഇനി കമൻസ് വിടൂ. നൈമിശാരണ്യത്തെക്കുറിച്ചുള്ള കമൻസ് വിടുക. എൻ്റെ കൂടെ വരിക പ്ലീസ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ തന്നെ നിൽക്കും, മുന്നോട്ട് പോവില്ല. മുന്നോട്ട് പോകണം അത്യാവശ്യം. ഒരു കാര്യം, ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ പറയുന്നുണ്ട്, പിന്നെയുള്ളതൊക്കെ ലക്ഷറിയാണ്. അത് നിങ്ങൾ തപ്പിയെടുക്കുക. കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ പോയാൽ എല്ലാറ്റിനെക്കുറിച്ചും ഇൻഫർമേഷൻ കിട്ടും. ആവശ്യത്തിനുള്ളത് ഞാൻ പറയേണ്ട, അത് മതി. അതിൽ കൂടുതൽ വേണമെങ്കിൽ അവിടേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. എപ്പോഴാണോ നൈമിശാരണ്യത്തിലേക്ക് പോണത് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവൻ നേരത്തെ കൂടി പഠിച്ചു വെച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാം കാണാനും കേൾക്കാനും പറ്റും. അല്ലാതെ ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാം മറന്നുപോകും. വെറുതെ അവിടെ പോയി നേരിട്ട് കണ്ടാൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരിക്കലല്ലേ കാണുന്നുള്ളൂ. നമ്മൾ ദിവസവും അവിടെ താമസിക്കുന്നില്ലല്ലോ. ദിവസവും താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ പിന്നെയും കുറച്ച് ഓർമ്മ നിൽക്കും. ഇത് വല്ലപ്പോഴും പോയി ഒരു വിസിറ്റ് പോയിട്ട് വരണു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ വിഷയത്തേക്ക് വരിക. വെറുതെ കാട് കയറി പോകേണ്ട ആവശ്യമില്ല. മർത്തതിന് പേരാണ് കാട് കയറ്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വിഷയത്തിലൂടെ പോകാൻ ശ്രമിക്കാം പരമാവധി. പിന്നെ അത്യാവശ്യം ഒരു ഡെക്കറേഷനായിട്ട് പൊടുപ്പും തൊങ്ങലൊക്കെ ഇടയ്ക്ക് ഒരു ഇംപ്രവൈസേഷന് വേണ്ടി മാത്രം.
ശൗനകാദയ ഋഷയ. അപ്പൊ ഈ ശൗനകാദി ഋഷീശ്വരന്മാർ 88,000 പേരാണ്. 88,000 പേര് അവര് അവിടെ കൂടിയിരിക്കണം നൈമിഷാരണ്യത്തിൽ. എന്തിനായിക്കൊണ്ട്? സത്രം സഹസ്രസമം ആസത. സഹസ്രസമം സത്രം ആസത. സഹസ്രസമം എന്ന് പറഞ്ഞാൽ, സമം എന്നാൽ സംവത്സരം, സമാഹ എന്ന് പറഞ്ഞാൽ സംവത്സരാഹ എന്നർത്ഥമാണ്. സഹസ്രസമം 100 സംവത്സരം, അല്ല 1000 സംവത്സരം. ആസത എന്ന് പറഞ്ഞാൽ ഇരുന്നു, വസിച്ചു, അവിടെ ഇരുന്നു. അപ്പൊ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം അനുഷ്ഠിച്ചു അവര്. സത്രം എന്ന് പറഞ്ഞാൽ 12 ദിവസവും അതിൽ കൂടുതലുള്ള സത്സംഗ പരിപാടികള്, വൈദിക കർമ്മങ്ങള്, യാഗങ്ങള്, യജ്ഞങ്ങള്, അങ്ങനെയുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പരിപാടികള്, കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾക്കാണ് സത്രം എന്ന് സാധാരണ വിളിക്കുക. മിനിമം 12 ദിവസം വേണമെന്നാണ് അതിനൊരു കണക്ക്. 12 ദിവസമോ അതിലധികമോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതും അനേകായിരം ആൾക്കാർ പങ്കെടുക്കുകയും ചെയ്യുന്ന വൈദിക കർമ്മങ്ങളൊക്കെ ഉൾപ്പെട്ടതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചകളോട് കൂടിയതായിട്ടുള്ള കാര്യമാണ് സത്രം. അതെ, നല്ല കാര്യം. അവോയ്ഡ് ഷൈനിങ് ബൈ മേക്കിംഗ് കമന്റ്സ്. ആവശ്യത്തിനുള്ള കമന്റ്സ് അടിച്ചോളൂ, ആവശ്യത്തിന്, ഇതിനോട് ഗുണമുള്ളത്. അപ്പോ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന സത്രം എന്തിനായിക്കൊണ്ട്? സ്വർഗായ ലോകായ, സ്വർഗലോകപ്രാപ്തിക്ക് എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. സ്വർഗായ എന്ന് പറഞ്ഞാൽ, സ്വർഗായ ലോകായ എന്നുള്ളത്, സ്വർഗായൻ എന്നത് വിഷ്ണുവിന്റെ ഒരു പര്യായമാണ്. സ്വർഗായൻ, സ്വർഗത്തിൽ ഗാനം ചെയ്യപ്പെടുന്നവൻ സ്വർഗായൻ. അപ്പൊ സ്വർഗായ ലോകായ എന്ന് പറഞ്ഞാലോ വിഷ്ണു ലോകായ, വൈകുണ്ഠ ലോകായ, വൈകുണ്ഠപ്രാപ്തിക്കായിക്കൊണ്ട് എന്നർത്ഥത്തിലും എടുക്കാം. അപ്പൊ വൈകുണ്ഠപ്രാപ്തിക്കായിക്കൊണ്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ഈ ശൗനകാദി 88,000 ഋഷീശ്വരന്മാർ ഈ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥാനത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. അതെന്താ സംഭവം വെച്ചാൽ, അത് വായുപുരാണം, ദേവി ഭാഗവതം മുതലായതിലൊക്കെ പറയും എന്താണ് ഈ നൈമിഷാരണ്യത്തിന്റെ പ്രത്യേകത എന്ന്. നമ്മുടെ ഈ ശൗനകാദി ഋഷീശ്വരന്മാർ അവര് ഭഗവാൻ കൃഷ്ണൻ അവതാരം ഉപസംഹരിച്ച് ദേഹം ത്യജിക്കാൻ തീരുമാനിച്ച് ഭഗവാൻ ദേഹം ഉപേക്ഷിക്കാനായിട്ട് നിൽക്കുന്ന കാലത്ത് കലിയുഗം ആരംഭിക്കുകയാണ് ഉടനെ തന്നെ. ആ കലിയുഗം ആരംഭിച്ചാൽ ആ കലി എല്ലാവരെയും ബാധിക്കും. അത് ബാധിക്കാതെ ഭഗവത് സേവ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, കലിയുടെ ബാധയില്ലാതെ ഭഗവത് സേവ ചെയ്യാനായിക്കൊണ്ട് പറ്റിയതായിട്ടുള്ളൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് ഈ ശൗനകാദി ഋഷികൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തു. ഇതാ, ഞാനൊരു ചക്രം ഉരുട്ടിവിടാം. ഈ ചക്രം എവിടെ ചെന്ന് തകർന്നു വീഴുന്നുവോ, ശീർണമാകുന്നുവോ, ശീർണമാകുക എന്ന് പറഞ്ഞാൽ പൊടിയുക എന്നാണ്. അപ്പോൾ ചക്രത്തിന് നേമി എന്ന് സംസ്കൃതത്തിൽ പര്യായമുണ്ട്. ചക്രത്തിന് നേമി എന്ന് പര്യായം. നേമി എവിടെ ശീർണമാകുന്നുവോ അവിടെ നിങ്ങൾ നിങ്ങളുടെ സത്രം നടത്തിക്കോളൂ, ഒരു ഉപദ്രവവും ഉണ്ടാവില്ല, അവിടെ കലി ബാധിക്കില്ല, ഈ ചക്രത്തിന്റെ പുറകെ പൊക്കോളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ ഒരു ചക്രം ഉരുട്ടിവിട്ടു. ആ ചക്രം ഉരുണ്ടുരുണ്ട് വന്നു, ഇവരതിനെ പിന്തുടർന്നു വന്നു. ആ ചക്രം വന്ന് പൊടിഞ്ഞു വീണ സ്ഥലമാണ്, തകർന്നു വീണ സ്ഥലമാണ് നേമി ശീർണമായ സ്ഥലം നൈമിഷാരണ്യം. നേമി ശീർണമായ സ്ഥലം നൈമിഷാരണ്യം എന്ന് പേരായി തീർന്നു.
അപ്പോൾ അവിടെയാണ് ഈ ശൗനകാദികൾ സത്രത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തതും അവരുടെ 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രത്തിന്. കാരണം അവിടെ കലിയുടെ ബാധ ഉണ്ടാവില്ല എന്ന് ധൈര്യമായിട്ട്. അത് ഇപ്പോഴും എന്താ പറയുക, നമ്മുടെ കലികാലത്തുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റുകളൊന്നും അവിടെ അധികം ആ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ കമേഴ്ഷ്യലായിട്ടുള്ള സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ആകെ കൂടി അവിടെയുള്ള ക്ഷേത്രങ്ങളോ തീർത്ഥസ്ഥാനങ്ങളോ അതിനോട് ബന്ധപ്പെട്ട ആശ്രമങ്ങളോ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള അതൊക്കെ ആശ്രമങ്ങൾ പോലെയുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വനാന്തര പ്രദേശമായി തന്നെ ഇപ്പോഴും തുടരുന്നു. കലിയുടെ ബാധ അധികം ഇല്ല. പക്ഷെ എല്ലാ തീർത്ഥകേന്ദ്രങ്ങളിലും ദുഷ്ടജനങ്ങൾ വന്ന് നിറയും. അത് കാലത്തിലുണ്ടാവും. അതിൻ്റേതായിട്ടുള്ള ചെറിയ ബാധയൊക്കെ ഇപ്പോഴും അവിടെ ചെന്നാൽ ഉണ്ടാവും. നമ്മുടെ എന്താ പറയുക, മുതൽ തട്ടിപ്പറിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നുകൂടി എനിക്ക് അവിടെ നിന്നുള്ള ഒരു മെസ്സേജ് വന്നു. നൈമിശാരണ്യത്തിലുള്ള ഒരു ആശ്രമം, സൂതഗഡ്ഡി എന്ന് പറയുന്ന ഒരു ആശ്രമം. ആ സൂതൻ താമസിച്ചിരുന്ന, സൂതൻ എവിടെ വെച്ചിട്ടാണ് ഭാഗവത അല്ലെങ്കിൽ അതുപോലെയുള്ള പുരാണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്, ആ സ്ഥാനമാണ് സൂതഗഡ്ഡി. അവിടെ ഒരു ആശ്രമം, സൂതൻ്റെ പേരിൽ ഒരാശ്രമം, ഒരു ക്ഷേത്രം പണിയുന്നുണ്ട് അവർ. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കുള്ള ഡൊണേഷൻസ് ഞങ്ങൾ പോയപ്പോൾ 2019 കുറേ കൊടുത്തു, എല്ലാവരും കൂടി കളക്ഷൻ ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ഒരു മാതാജി ഒരു 50,000 രൂപ തന്നിരുന്നു അവർ കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കളക്ഷൻ കൊടുത്തിരുന്നു അവിടെ, വലിയൊരു എമൗണ്ട്. അപ്പോൾ അയാളിങ്ങനെ അവിടെ ഒന്നും പണി മുന്നോട്ട് നടക്കണില്ല, പൈസ ഇല്ലാതെ, കൊറോണ കാലമായതുകൊണ്ട് ആരും വരുന്നില്ല എന്ന് ഹിന്ദിയിലാണ് മെസ്സേജ് അയക്കുക എനിക്ക്. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്തു തരണം എന്ന് പറഞ്ഞ് എന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നുണ്ട്. അത് അവിടുത്തുള്ള ആള് ഒരു പാവങ്ങളാണ്, മര്യാദക്കാരാണ്, കൊള്ളക്കാരൊന്നുമല്ല, മര്യാദക്കാരായിട്ടുള്ള ആളുകളാണ്. ആശ്രമം പോലെയുള്ള അവിടുത്തുള്ള പുരോഹിതന്മാർ, പണ്ഡിതന്മാരൊക്കെയാണ്, സാത്വികന്മാരാണ്. അപ്പോൾ അവർക്ക് വഴിയില്ലാതെ ആ കെട്ടിടം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ക്ഷേത്രം പണിയാണ്, പഴയ ക്ഷേത്രമാണ്, അത് പൊളിഞ്ഞു വീണ് ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരാം. ആർക്കെങ്കിലും നൈമിശാരണ്യത്തിൽ സൂതഗഡ്ഡിയിലേക്ക് വല്ല സംഭാവന ചെയ്യണമെന്ന് വല്ല മുട്ടുണ്ടെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ പറഞ്ഞു വന്നത്, അവിടെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഈ സ്ഥലം, ഈ ചക്രം വീണ് പൊടിഞ്ഞ സ്ഥലം, അവിടെ ഒരു തീർത്ഥമുണ്ട് വൃത്താകൃതിയിൽ, ചക്രതീർത്ഥം എന്നിപ്പോഴും. ഇപ്പോൾ അത് സിമെൻ്റ് കൊണ്ടൊക്കെ കെട്ടി നല്ല ഷേപ്പാക്കി ചക്രാകൃതിയിലുള്ള ഒരു തീർത്ഥമാണ്. അതിലിറങ്ങി നമ്മൾ ഒരു പ്രദക്ഷിണം വരും, കുളിക്കാം, ഒന്ന് മുങ്ങി കുളിക്കാം. ചക്രതീർത്ഥം എന്ന് പറഞ്ഞാൽ ആ ചക്രം വീണ സ്ഥലമാണ്, ഒരു കുഴിയാണ്, നല്ലൊരു സ്ഥലമാണ്. എല്ലാവരും ഇറങ്ങി കുളിക്കും. അധികം വലിപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു പോണ്ട് അതാണ്. അത് വൃത്താകൃതിയിലാണ്, അതിൽ ചക്രത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും പല ക്ഷേത്രങ്ങളും ഉണ്ട്, എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട്. ശിവനും വിഷ്ണുവും ദേവിയും ഹനുമാനും ഭൈരവനും എന്ന് പറഞ്ഞ പോലെ പല ക്ഷേത്രങ്ങളും ചുറ്റും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളായിട്ട് ഉണ്ട് ഈ ചക്രതീർത്ഥത്തിൻ്റെ ചുറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെയാണ് ഈ സത്രം നടക്കുന്നത്. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതാം. കലിയുടെ ബാധയില്ലാതെ നീണ്ടകാലം ഈശ്വര ഭജനം ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ശൗനകാദികൾ ഒത്തുകൂടിയ സ്ഥാനമാണ് ഈ നൈമിഷാരണ്യം. തുടർന്ന് തയേകദാതു മുനയഃ പ്രാതർഹുദഹുദാഗ്നയഃ സൽകൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. തയേകദാതു മുനയഃ പ്രാതർഹുദഹുദാഗ്നയഃ സൽകൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. ത എന്ന് പറഞ്ഞാൽ തേ എന്നാണ്. തേ മുനയഃ, ആ മുനികൾ 88,000 പേര്, ശൗനകാദികൾ. ഏകദാ, ഒരിക്കൽ, ആ മുനികളാകട്ടെ പ്രാതഃ ഹുത അഗ്നയഃ,
ഹുതാഗ്നി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഹോമകർമ്മങ്ങൾ അത് ഹുതം ചെയ്യപ്പെട്ടു. അപ്പൊ ചെയ്യപ്പെട്ട ഹോമാഗ്നികളോടുകൂടിയവരായിട്ട് എപ്പോൾ പ്രാതഃ രാവിലെ തന്നെ. അപ്പൊ രാവിലെ ചെയ്യേണ്ട സമിതാദാനം അല്ലെങ്കിൽ ഹോമകർമ്മങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞവരായിട്ട് അവരെന്ത് ചെയ്തു? ഫ്രീ ആയി. അവരുടെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സൽകൃതം സൂതം ആസീനം പപ്രച്ചുഹു ഇതം ആദരാത്. സൽകൃതം സൂതം, സൽകൃതം എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെട്ടവനായ, ബഹുമാനിക്കപ്പെട്ടവനായ, ആദരിക്കപ്പെട്ടവനായ സൂതനോട്, സൂതം എന്നുള്ളവിടെ ദ്വിതീയ സൂതനോട്, ആസീനം ഇരിക്കുന്നവനായ സൂതനോട്, ആസീനം സൂതം. അപ്പൊ സൂതൻ അവിടെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വേദിയിൽ വക്താവായിട്ട് ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും ശ്രോതാക്കളാണ്. ശൗനകാദികളൊക്കെ ശ്രോതാക്കളും സൂത പൗരാണികൻ അദ്ദേഹം വക്താവുമായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് പപ്രച്ചുഹു ഇതം, ഇതം പപ്രച്ചുഹു, ഇതിനെ ചോദിച്ചു, പ്രശ്നം ചെയ്തു എന്നാണ് പപ്രച്ചു. പപ്രച്ച എന്ന് പറഞ്ഞാൽ ഏകവചനം. പപ്രച്ചുഹു, ഒരു മുനികൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് പപ്രച്ചു, പ്രശ്നം ചെയ്തു. ആദരാത്, ബഹുമാനപൂർവം വിനയാന്വിതരായിട്ട് ശൗനകാദികൾ ഈ സൂതനോട് ചോദിച്ചു. അപ്പൊ ഈ സൂതന്റെ പേരെന്താണ്? ഉഗ്രസ്രവസ് എന്നാണ് ഈ സൂതന്റെ പേര്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ലോമഹർഷണൻ എന്നായിരുന്നു പേര്. അപ്പൊ ലോമഹർഷണന്റെ മകനായ ഉഗ്രസ്രവസാണ് ഇപ്പോ സൂതൻ പൗരാണികൻ. സൂതന്മാരെന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. ഭഗവത് കഥകൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെയാണ് സൂതന്മാരെന്ന് പറയുക. നമ്മുടെ ചാക്യാർമാർ കൂത്തു പറയും പോലെ അധികാരപ്പെട്ടതായിട്ടുള്ള ആളുകളെയാണ് സൂതന്മാരെന്ന് പറയുന്നത്. അവര് വേദങ്ങൾ പറയാൻ അർഹരല്ല. വേദ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യില്ല. വേദങ്ങൾ ഒഴികെയുള്ള സർവ്വധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും വ്യാഖ്യാനിക്കും. അതിനുവേണ്ടി അതോറിറ്റികളായിരിക്കുന്ന ആളുകളാണ് പൗരാണികന്മാർ എന്നാ പറയുക, പുരാണങ്ങളുടെ വക്താക്കൾ. അത് വ്യാസന്റെ ശിഷ്യനാണ് നമ്മുടെ ലോമഹർഷണൻ എന്ന് പറഞ്ഞതായിട്ടുള്ള സൂതൻ. അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഉഗ്രസ്രവസ് എന്ന് പറഞ്ഞതായിട്ടുള്ള സൂതൻ. ഈ ഉഗ്രസ്രവസ് ഭാഗവതം പഠിച്ചത് ശുഗബ്രഹ്മർഷിയിൽ നിന്ന്. ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അപ്പോൾ അദ്ദേഹത്തോടാണ് ഈ സൂതനോട് ആസീനം പപ്രച്ചു ഇതമാദരാത്, ആ സൂത പൗരാണികനോട് ശൗനകാദികൾ ഇപ്രകാരം ചോദിച്ചു. അപ്പൊ ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആ പശ്ചാത്തലം പറഞ്ഞതാണ്. നൈമിഷേ അനിമിഷ ക്ഷേത്രേ ഋഷയ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത തയേകദാതു മുനയഃ പ്രാതർഹുതഹുതാഗ്നയഃ സൽകൃതം സൂതമാസീനം പപ്രച്ചുരിതമാദരാത്. ഇതം പപ്രച്ചുഹു, ഇത് പ്രശ്നം ചെയ്തു. അപ്പോ ഋഷയ ഊജുഹു, ഋഷികൾ പറഞ്ഞു. ഋഷയ ഊജുഹു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനക ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്യുത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ വേത്തത്വം സൗമ്യ തത്സർവം തത്വദസ്തനുഗ്രഹാത് ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ആദ്യം സൂതനെ ഒന്ന് പ്രശംസിക്കുകയാണ്. അതെങ്ങനെയും നമ്മുടെ സമ്പ്രദായമാണ്. ശിഷ്യന്മാര് ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ഗുരുവിനോട് ചോദ്യം ചെയ്യുക എന്നത്. അപ്പൊ ഗുരു സന്തോഷപൂർവം പ്രീതനായി ഉത്തരം പറയുക എന്നുള്ളതാണ് സമ്പ്രദായം. അപ്പൊ അതുപോലെ ആചാര്യനായ സൂതനെ പ്രശംസിക്കുകയാണ് ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഋഷയ ഊജുഹു എന്ന് പറഞ്ഞാൽ അവിടെ ശൗനകാദി ഋഷയ ഊജുഹു, ശൗനകാദി ഋഷികൾ ഒന്നിച്ച് പറഞ്ഞു. അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ശൗനകൻ ചോദിച്ചാലും മതി, ശൗനക ഉവാച എന്ന് പറഞ്ഞാലും മതി. ഇവിടെ എല്ലാവരും കൂടി ചോദിച്ചു എന്നാണ്. ഋഷയ ഊജുഹു, ഋഷികൾ പറഞ്ഞു. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ
ആഖ്യാതാനി അപി അതീതാനി ധർമ്മശാസ്ത്രാണി യാനി ഉത. ഹേ അനഘ, സൂതനെ സംബോധന ചെയ്യുന്നതാണ്. അനഘ, പാപരഹിത, നിഷ്കളങ്ക എന്നൊക്കെ അർത്ഥം. അഘം പാപമാണ്, അഘമില്ലാത്തവൻ അനഘൻ. അപ്പൊ പാപരഹിതനായിട്ടുള്ള സൂത, നിഷ്കളങ്കനായ സൂത, ത്വയാ അങ്ങയാൽ സേതിഹാസാനി പുരാണാനി യാനി ധർമ്മശാസ്ത്രാണി ഉത അതീതാനി അപി ആഖ്യാതാനി. ത്വയാ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ, ബൈ യു. സേതിഹാസാനി പുരാണാനി, പുരാണാനി എന്ന് പറഞ്ഞാൽ പുരാണങ്ങൾ, മറ്റ് പുരാണങ്ങൾ, 18 പുരാണങ്ങളിൽ ഭാഗവതം ഒഴികെയുള്ള 17 പുരാണങ്ങളും പറഞ്ഞു കഴിഞ്ഞു സൂതൻ. അപ്പൊ അതിനെയാണ് പുരാണാനി എന്ന് പറഞ്ഞത്. പിന്നെ സേതിഹാസാനി എന്നും പറഞ്ഞു, ഇതിഹാസങ്ങളോടുകൂടെ പുരാണങ്ങളെ എന്നാണ് അർത്ഥം. സേതിഹാസാനി ഇതിഹാസേന ഇതിഹാസൈ സഹ എന്നർത്ഥം. ഇതിഹാസങ്ങളോടുകൂടെ പുരാണങ്ങളെ ത്വയാ അതീതാനി ആഖ്യാതാനി. അതീതാനി എന്ന് പറഞ്ഞാൽ അങ്ങ് അധ്യയനം ചെയ്തിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. അതിനെ ആഖ്യാതാനി, ഇപ്പൊ ഞങ്ങൾക്കായി കൊണ്ട് പറയപ്പെടുകയും ചെയ്തു, ആഖ്യാനം ചെയ്തു. അപ്പൊ അങ്ങയാൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുകയും ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പറയുകയും ചെയ്തു എന്നാണ് ഇതിലെ വിഷയം ചുരുങ്ങിയത്. അപ്പോൾ ഇതിഹാസങ്ങൾ 2, വാത്മീകി രാമായണവും മഹാഭാരതവും, ആ 2 ഇതിഹാസങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളും 17 പുരാണങ്ങളും. അതിന്റെ കൂട്ടത്തിൽ ഇതാ പറയുന്നു ധർമ്മശാസ്ത്രാണി യാനി. യാനി ധർമ്മശാസ്ത്രാണി സന്ധി. ഏതൊക്കെ ധർമ്മശാസ്ത്രങ്ങളുണ്ടോ ആ ധർമ്മശാസ്ത്രങ്ങളും അങ്ങയാൽ അധ്യയനം ചെയ്യപ്പെട്ടിരിക്കുന്നു. യു ഹാവ് ലേണഡ് ആൻഡ് യു ഹാവ് എക്സ്പ്ലെയിൻ ടു അസ്. ആഖ്യാതാനി, ഞങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങ് അധ്യയനം ചെയ്തു, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. ആമുഖമായിട്ട് പറയണം. അപ്പൊ ഇനി എന്തോ അവർക്ക് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. അതിനായിട്ടാണ് ഇത്രയും നേരം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ തൃപ്തിയായിട്ടില്ല എന്ന് പറയാനാണ്. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയസ്സൂത പരാവരവിദോ വിദുഃ വേത്തത്വം സൗമ്യ തത്സർവം തത്വതഃ തദനുഗ്രഹാത് ബ്രൂജുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ. ഹേ സൂത എന്ന ഇടയിൽ സംബോധനയുണ്ട്. അല്ലയോ സൂത മഹാശയ, യാനി യാവകളാണോ, ഏതൊക്കെയാണോ, വേദവിദാം ശ്രേഷ്ഠ ഭഗവാൻ ബാദരായണഃ, വേദവിത്തുക്കളിൽ വെച്ച്, വേദജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ സർവജ്ഞൻ എന്ന് സൂചിപ്പിക്കാനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന ശബ്ദം സർവജ്ഞനായ ബാദരായണൻ, വ്യാസൻ. അതുപോലെ അന്യേച്ച മുനയഃ, മറ്റ് മുനീശ്വരന്മാരും, പരാശരനെ പോലെയോ അതുപോലെയുള്ളതായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള മുനികളോ. പരാവരവിദോ വിദുഃ, പരാവരവിത്തുക്കൾ, പരത്തെയും അവരത്തെയും നല്ലതുപോലെ അറിയുന്നവർ, പരബ്രഹ്മത്തെയും അപരബ്രഹ്മത്തെയും നന്നായിട്ട് അറിയുന്നവർ. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സത്യങ്ങളും ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അറിഞ്ഞിട്ടുള്ളവർ എന്നർത്ഥം. ഏതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, ഏതാണ് അപരമായിരിക്കുന്നത്, പിന്നീടുണ്ടായിട്ടുള്ളത്, ഏതാണ് പരമകാരണം, ഏതാണ് പിന്നീടുണ്ടായത്, കാര്യമായിരിക്കുന്നത് എന്നൊരർത്ഥം. അപ്പോൾ കാരണത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും, മറ്റൊരർത്ഥത്തില് പരബ്രഹ്മത്തെക്കുറിച്ചും അപരബ്രഹ്മത്തെക്കുറിച്ചും. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണ നിരാകാരമായ നിഷ്കളമായ ബ്രഹ്മം. അപരം എന്ന് പറയുമ്പോൾ സഗുണ സാകാരങ്ങളായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അവതാരഭാവങ്ങൾ, ദേവതാഭാവങ്ങൾ, മൂർത്തികൾ, ഇതൊക്കെ അപരബ്രഹ്മം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പരത്തെക്കുറിച്ചും അപരത്തെക്കുറിച്ചും അറിയുന്നവർ, വിദുഹു, എല്ലാം പരാവര വിത്തുക്കൾ എന്തൊക്കെ അറിയുന്നുവോ യാനി വിദുഹു. അപ്പൊ വ്യാസനും മറ്റ് പരാവര വിത്തുക്കളായ മഹാത്മാക്കളായ ഋഷികളും യാതൊന്നൊക്കെ അറിയുന്നുവോ
അടുത്ത ശ്ലോകത്തോട് വേണം ഇത് ചേർത്ത്. അതുകൊണ്ട് വേ തത്വം സൗമ്യ തത് സർവം. ഹേ സൗമ്യ, അല്ലയോ പ്രിയദർശന, ശാന്തസ്വഭാവ, മൃദുസ്വഭാവ, അങ്ങേ കാണുന്നത് തന്നെ പ്ലീസിംഗ് ആണ്. സൗമ്യ എന്നുള്ള സംബോധന കൊണ്ട് ചന്ദ്രനെ പോലെ പ്ലീസിംഗ് ആണ് അങ്ങയുടെ ദർശനം. മൃദുദർശനൻ, സൗമ്യദർശനൻ, ശാന്തസ്വഭാവൻ, ആകർഷണമായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയവൻ. അപ്പോ സൗമ്യ, പ്രിയദർശന, അത് ത്വം വേത്ത. ത്വം വേത്ത എന്ന് പറഞ്ഞാൽ യു നോ. ത്വം വേത്ത, അങ്ങെല്ലാം അറിയുന്നു. തത് സർവം, അവർക്ക് എന്തൊക്കെ അറിയാവോ അതൊക്കെ അങ്ങയ്ക്കും അറിയാം എന്ന് പറയണം. ആർക്കറിയാവുന്നത്? വേദവ്യാസൻ, ഭഗവാൻ വേദവ്യാസനും മറ്റ് പരാവര വിത്തുക്കളായ ഏതൊക്കെ മഹർഷിമാരുണ്ടോ അവർക്കും എന്തൊക്കെ അറിയാമോ അതൊക്കെ അങ്ങും പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങ് എല്ലാം അറിയുന്ന സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ് അങ്ങ് എന്ന് പറയണ. ത്വം സർവം വേത്ത തൽ സർവം ത്വം വേത്ത ഹേ സൗമ്യ തത്വതഃ. തത്വതഃ എന്ന് പറഞ്ഞാലോ ഉള്ളതുപോലെ, യഥാതഥമായിട്ട്, ആസ് ഇറ്റ് ഈസ്, അതിൻ്റെ യഥാതഥമായിട്ട് അതിൻ്റെ ഉണ്മ അങ്ങേക്ക് അറിയാം. കലർപ്പില്ലാതെ അറിയാം, ഒരു തെറ്റിദ്ധാരണയും ഇല്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ. അവർക്ക് എന്തറിയാമോ അതൊക്കെ അങ്ങേക്കും അതുപോലെ അറിയാം. എന്തുകൊണ്ട്? തത് അനുഗ്രഹാത്. തത് അനുഗ്രഹാത് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എന്നർത്ഥം. കാരണം അവരെയൊക്കെ സേവിച്ച ആളാണ് സൂതൻ. വ്യാസഭഗവാനെയും അതുപോലെ ഋഷീശ്വരന്മാരെയും ഇപ്പോൾ ശുഖബ്രഹ്മർഷിയെ സേവിച്ചത് കൊണ്ടല്ലേ ഭാഗവതം കിട്ടിയത്. അപ്പൊ അതുപോലെയുള്ള മഹാത്മാക്കളെയൊക്കെ അങ്ങ് സേവിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള മഹാത്മാവല്ലേ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്താണുള്ളത്? അവർക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ അങ്ങേക്കും അറിയാം. മാത്രമല്ല അങ്ങയെപ്പോലെ ഒരു ശിഷ്യന്, സ്നിഗ്ധസ്യ ശിഷ്യസ്യ, സ്നിഗ്ധൻ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൻ എന്നാണ്. അപ്പൊ നല്ല സ്നേഹമുള്ള, അങ്ങയെപ്പോലെ വാത്സല്യമുള്ള ഒരു ശിഷ്യനോട്, ശിഷ്യന് ഗുരവഹ, ആ ഗുരുക്കന്മാര് ഗുഹ്യമപി, എത്ര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ബ്രൂയുഹു പറയും, തീർച്ചയാണ്. ഉത എന്നുള്ളത് നിശ്ചയത്തെ സൂചിപ്പിക്കുകയാണ്. ഗുഹ്യമപി ഉത. ഉത എന്നുള്ളത് ഒരു നിശ്ചയത്തെ സൂചിപ്പിക്കുന്ന ഒരു അവ്യയ ശബ്ദം. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതിന്. ഹി എന്നൊക്കെ പറയും പോലെ, ഉറപ്പ് എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദം. അപ്പോ അങ്ങയെപ്പോലെ വാത്സല്യമുള്ളൊരു ശിഷ്യനോടായിക്കൊണ്ട് ഈ മഹാഗുരുക്കന്മാര് തീർച്ചയായിട്ടും എത്ര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും പറയും. കാരണം അതിന് യോഗ്യനാണ് അങ്ങ്, അർഹനാണ്, അവരുടെ വാത്സല്യത്തിന് പാത്രമാണ്, നല്ല വിനയമുള്ള ആളാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും ദിവസങ്ങളായിട്ട്, അനേക വർഷങ്ങളായിട്ട് ഈ സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇവരിത്രയും ദിവസം ഈ സൂതൻ ഏതെല്ലാമോ പുരാണങ്ങൾ പറഞ്ഞു, ഇതിഹാസങ്ങൾ പറഞ്ഞു, ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സൂതന്റെ അറിവ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. സൂതൻ ഒരു വാക്കിംഗ് യൂണിവേഴ്സിറ്റിയാണ്, ഒരു എൻസൈക്ലോപീഡിയയാണ്. അതൊന്നും പറഞ്ഞാൽ പോരാ. അറിവിന്റെ ഒരു നിറകുടമാണ്, ഭണ്ഡാകാരമാണ്, ഒരു ട്രഷറിയാണ് സൂതൻ. അത് മനസ്സിലാക്കിയതായിട്ടുള്ള ശൗനകാദി ഋഷീശ്വരന്മാർ അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തി. യഥാർത്ഥത്തിൽ ഉള്ള സത്യം തന്നെയാണ്, പുകഴ്ത്തലൊന്നുമല്ല. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, അങ്ങ് പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങളിൽ വെച്ച് ഒരുപാടുണ്ട്, അതിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതൊന്നിനെ ആശ്രയിച്ചാൽ എല്ലാറ്റിൻ്റെയും പ്രയോജനം കിട്ടും, ആ ഒറ്റമൂലി. ഒറ്റമൂലി എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് സങ്കല്പിക്കും. ഓൾ ഇൻ വൺ. ഈ പറഞ്ഞ പുരാണങ്ങളും ഇതിഹാസങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം പഠിക്കുന്നതിന് തുല്യമായിട്ട് ഏത് ഒന്നാണുള്ളത് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയാൻ തുടങ്ങുകയാണ് അടുത്ത ശ്ലോകത്തിൽ. തത്ര തത്രഞ്ജസായുഷ്മൻ ഭവദായദ്വിനിശ്ചിതം പുംസാം ഏകാന്തദശ്രേയഃ തന്ന ശംസിതുമർഹസി.
തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയഃ തന്ന ശംസിതുമർഹസി. തത്ര തത്ര അതാത് ശാസ്ത്രങ്ങളിൽ, അതാത് വിഷയങ്ങളിൽ, അവിടവിടെ, അതാത് പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, തത്ര തത്ര അഞ്ജസ, അഞ്ജസ എന്ന് പറഞ്ഞാൽ ഉടനെ, ഉടനെ പറയണം എന്ന് പറയാൻ പോകണം. ആയുഷ്മൻ, ആയുഷ്മൻ സൂതനെ സംബോധന, അങ്ങേക്ക് ദീർഘായുസ്സായിരിക്കട്ടെ എന്നുള്ളൊരു ആശംസയാണ്. അങ്ങ് ആയുഷ്മാനായി ഭവിച്ചാലും എന്നാലേ ഞങ്ങൾക്കിതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങേക്ക് ആയുസ് ആശംസിക്കുന്നു. ദീർഘായുഷ്മൻ ഭവതാ യദ് വിനിശ്ചിതം, അങ്ങയാൽ ഏതൊന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ. എന്തിന്? പുംസാം ഏകാന്തതഃ ശ്രേയഃ, പുംസാം മനുഷ്യാണാം എന്നർത്ഥം. പുംസാം എന്ന് പറഞ്ഞാൽ പുരുഷാണാം എന്നാണ് അർത്ഥം. ലോകത്തിലെ മനുഷ്യർക്ക് ഏകാന്തത, ഏകാന്തത എന്ന് പറഞ്ഞാല് ഒന്നുകൊണ്ട് എന്നർത്ഥമാണ്. ഇത്രയും കൂട്ടമായിട്ട് കുറേ സാധനങ്ങളുണ്ട്, അതിൽ നിന്ന് ഏറ്റവും ദ ബെസ്റ്റ് തിരഞ്ഞെടുക്കുകയാണ്. അന്തേ ഏകം, അന്തേ ഏക, അവസാന ഒന്ന്, എല്ലാം മാറ്റിക്കഴിഞ്ഞ് അവസാന ഒന്ന് മാത്രം ശേഷിക്കുമ്പോഴാണ് ഏകാന്തം എന്ന് പറയുക. അപ്പൊ എല്ലാം മാറ്റിയിട്ട് അതിൽ നിന്ന് ഒന്ന് മാത്രം പിക്ക് ചെയ്തെടുക്കൂ. ആ ഒന്നുകൊണ്ട് ഏകാന്തതഃ ശ്രേയഃ പുംസാം, പുരുഷന്മാർക്ക്, മനുഷ്യന്മാർക്ക് ശ്രേയസ് ഉണ്ടാകുന്നത് ഏതൊന്നുകൊണ്ടാണ്? ആ ഒന്ന് മാത്രം. തത് നഹ, അത് ഞങ്ങൾക്ക്, നഹ അസ്മാകം ശംസിതും അർഹസി, അങ്ങ് പറഞ്ഞു തരുവാൻ അർഹിക്കുന്നു. അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് യു മസ്റ്റ് ഗിവ്, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോ ഇത്രയും അങ്ങ് എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. ആ സർവശാസ്ത്രങ്ങളിൽ വെച്ച് മനുഷ്യർക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുത്താൽ ഏകാന്തത, ഒറ്റ ഒന്നുകൊണ്ട് ഇത്രയും സമൂഹം പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ലാതെ ഒന്ന് മാത്രം കൊണ്ട് ഈ പറഞ്ഞ ശ്രേയസ്, പരമമായ ശ്രേയസ് ഉണ്ടാകുന്ന ആ മാർഗം അല്ലെങ്കിൽ ആ ഗ്രന്ഥം, ആ വിഷയം, അത് നഹ ശംസിത്തും അർഹസി, ഞങ്ങളോട് അങ്ങ് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും അങ്ങാണ് പറഞ്ഞു തരാൻ യോഗ്യൻ. ഞങ്ങൾക്കത് കേൾക്കാൻ നല്ല ആഗ്രഹവും ഉണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ അർഹസി എന്ന് പറയുന്നത്. ത്വം അർഹസി, യു ആർ ദ കേപ്പബിൾ പേഴ്സൺ, ഫിറ്റസ്റ്റ് പേഴ്സൺ എന്നർത്ഥത്തിൽ അർഹസി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 4 ശ്ലോകങ്ങൾ കണ്ടു. ഇനിയും തുടർന്ന് ആ സൗനകാദികൾ ചോദിക്കുന്ന ചോദ്യ പരമ്പരകളുണ്ട്. നമുക്കത് നാളെ തുടരാം. അപ്പോൾ ഈ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിച്ചിട്ട് നിർത്താം. ഋഷയ ഊജുഹു ത്വയാ ഖലു പുരാണാനി സേദിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ വേത്തത്വം സൗമ്യതൽ സർവം തത്വദസ്തദനുഗ്രഹാത് ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയഃ തന്ന ശംസിതുമർഹസി. തുടർന്ന് നാളെ കാണാം. ഹരി ഓം. ഇന്ന് വൈകിട്ട് ക്ലാസ്സൊന്നുമില്ല. എല്ലാവരും ദേവീ മാഹാത്മ്യവും അതുപോലെയുള്ള ദേവീപരമായിട്ടുള്ള കൃതികളും ഒക്കെ ചൊല്ലാനുള്ള സമയമാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. അപ്പോൾ ഹരി ഓം. നാളെ വീണ്ടും കാണാം. നാളെ തുടരാം. എല്ലാവർക്കും ശുഭ
ദിനം ആശംസിക്കുന്നു. അക്ഷയ തൃതീയ ആശംസിക്കുന്നു. നല്ല വെള്ളിയാഴ്ച ആശംസിക്കുന്നു. ഹരി ഓം. ഹരി ഓം.